1 സാമുവൽ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് എടുക്കാം. ഏലിയായുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് ശ്രദ്ധിക്കണം, ഇനിയുള്ള വാക്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായേ ലഭിച്ചിരുന്നുള്ളൂ, ദർശനങ്ങൾ വിരളമായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച വാക്യങ്ങൾ, 2 വാക്യങ്ങൾ. കർത്താവിൻ്റെ അരുളപ്പാടുകൾ ചുരുക്കമായേ ലഭിച്ചിരുന്നുള്ളൂ, ദർശനങ്ങൾ വിരളമായിരുന്നു. ഹല്ലേലൂയ. അപ്പം 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കർത്താവിൻ്റെ അരുളപ്പാടുകൾ എന്ന് പറയുന്ന ആ വാക്കും, 2 എന്താണ്, ദർശനങ്ങൾ എന്ന് പറയുന്ന വാക്കും. ഹല്ലേലൂയ. വിരളം അല്ലെങ്കിൽ ചുരുക്കമായേ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് നേരത്തെ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ, ആ സീസണുകളിൽ എന്തായിരുന്നു, അത് ചുരുക്കമായിട്ടേ കർത്താവിൻ്റെ അരുളപ്പാടുകൾ ലഭിച്ചിരുന്നുള്ളൂ, ദർശനങ്ങൾ വിരളമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ അരുളപ്പാടുകൾ എന്ന് പറയുന്ന അതും കർത്താവിൻ്റെ ദർശനങ്ങൾ എന്ന് പറയുന്നതും രണ്ടാണ്. ഹലോ, ഇംഗ്ലീഷ് ബൈബിളിൽ ഇരിക്കുന്നത് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്നാണ് കർത്താവിൻ്റെ അരുളപ്പാടുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദർശനങ്ങൾ എന്താണ്? ദ റെവലേഷൻ അല്ലെങ്കിൽ ദ വിഷൻസ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ അരുളപ്പാടുകളും കർത്താവിൻ്റെ ദർശനങ്ങളും രണ്ടാണ്. അപ്പം ദർശനങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ അരുളപ്പാടുകൾ എന്ന് പറയുന്ന ഒരു വിഷയത്തെയും കൂടെ ചേർത്ത് വേണം നമ്മൾ പഠിക്കാൻ. അല്ലെ, അതിനുള്ള കാരണം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ അരുളപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദ ഓഡിയബിൾ വോയിസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ശബ്ദം, റിയൽ ശബ്ദം. ഹല്ലേലൂയ. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അതേപോലെ തന്നെ കർത്താവ് സംസാരിക്കുമ്പോഴുള്ള കർത്താവിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ അരുളപ്പാടുകൾ. ഇതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ വേർഡ് ഓഫ് അട്ടറൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. വേർഡ് ഓഫ് അട്ടറൻസ് എന്താണ്? അത് വേർഡ് ഓഫ് അട്ടറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ അവയവമായ നാവിനെ ഉപയോഗിച്ച് സംസാരിക്കുന്നതിനെയാണ് വേർഡ് ഓഫ് അട്ടറൻസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. ദൈവം ഇന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്താണ്? വേർഡ് ഓഫ് അട്ടറൻസ് ആണ്. ഹല്ലേലൂയ. വേർഡ് ഓഫ് അട്ടറൻസ് എന്ന് പറയുമ്പം ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അവയവമായ നാവിനെ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് പ്രവചനങ്ങളെ പ്രവചിക്കും. വേർഡ് ഓഫ് അട്ടറൻസ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ അധരം തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ വേർഡ് ഓഫ് അട്ടറൻസ്. രണ്ടാമത്തെ ഒരു രീതിയാണ്, കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ശരിക്കും ദർശനങ്ങൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ സംസാരിച്ചു. ദർശനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം സംസാരിച്ച് അതിനാധാരമായി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകമാണ് നമ്മൾ എടുത്തത്. 1-ാം അധ്യായം അതിൻ്റെ 11, 12, 13, 14 വാക്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ ഈ ദർശനങ്ങളും ഈ 3-ാമത്തെ ഒരു സംഭവമാണ് ശരിക്കും കർത്താവിൻ്റെ അരുളപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ദ ലിറ്ററൽ വോയിസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അതാണ് അരുളപ്പാടുകൾ. അത് 3-ാമത്തെ ഒരു ടൈപ്പ്. അപ്പം ദർശനങ്ങളും അരുളപ്പാടുകളും ചിലപ്പോൾ ഒരേ സമയത്ത് ഹിറ്റ് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളൊരു ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ അരുളപ്പാടും വരും. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് നമ്മൾ പഠിക്കണം. അങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ നിങ്ങൾ ശരിക്കും എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഒരു ദർശനം കാണുന്ന അതേ സമയത്ത് തന്നെ കർത്താവിൻ്റെ ശബ്ദവും നിങ്ങൾക്ക് ഒരുമിച്ച് കേൾക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്ന കർത്താവിൻ്റെ അരുളപ്പാടുകളുണ്ട്, കർത്താവിൻ്റെ ദർശനങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ സൂക്ഷിച്ച് കേൾക്കണം. ഓക്കെ, ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ വോയിസ് ഓഫ് ദ ഫാദർ ഗോഡ് ആൻഡ് ദ വോയിസ് ഓഫ് ദ ലോർഡ് ജീസസ് ആൻഡ് ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആർ നോട്ട് ദ സെയിം. ഹല്ലേലൂയ. പിതാവിൻ്റെ ശബ്ദവും യേശു കർത്താവിൻ്റെ ശബ്ദവും പരിശുദ്ധാത്മാവിൻ്റെ സംസാരിക്കുന്ന ശബ്ദവും സെയിം അല്ല. ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, നമുക്ക് അതിനാധാരമായിട്ടുള്ള വചനങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആ ഒരു കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതായത് നമ്മളൊരു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആരാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവായ ദൈവം സംസാരിക്കുന്ന ആ ശബ്ദവും യേശു കർത്താവിൻ്റെ ശബ്ദവും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഒന്നല്ല, ഒരേപോലെ ഇരിക്കത്തില്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ആരാണ്? അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവാണ് എന്നോട് സംസാരിച്ചത്, ഇത് യേശു കർത്താവാണ് എന്നോട് സംസാരിച്ചത്, ഇത് പിതാവായ ദൈവമാണ് എന്നോട് സംസാരിച്ചത് എന്ന് വ്യക്തതയോടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. കാരണം ആ പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശബ്ദം, അവർ സംസാരിക്കുന്ന ശബ്ദം ഹല്ലേലൂയ അത് സെയിം അല്ല, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഹല്ലേലൂയ. നമുക്ക് വേഗം അതിന് ആധാരമായിട്ട് ഒരു വാക്യം എടുക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം എടുത്ത് നമ്മൾ അതിനകത്തൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർശനങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് കർത്താവിൻ്റെ അരുളപ്പാടുകളും ഒരുമിച്ച് ലഭിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഒരു ദർശനം കണ്ടു, പക്ഷേ ഈ അരുളപ്പാട് മിസ് ചെയ്താൽ ആ ഒരു ദർശനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് മീനിങ്, ടോട്ടൽ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ഒരു പാർട്ടേ നിങ്ങൾക്ക് പിടികിട്ടിയുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾക്കകത്ത് അതും മിസ് ചെയ്യാൻ പാടില്ല. സോ ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഡൗട്ട്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പിതാവായ ദൈവത്തിൻ്റെ ശബ്ദവും യേശു കർത്താവിൻ്റെ ശബ്ദവും പരിശുദ്ധാത്മാവിൻ്റെ ഓഡിയബിൾ വോയിസും വ്യത്യസ്തങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ ആരാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. എടുക്കുക വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വേഗം എടുത്ത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വേഗം എടുക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം അവിടെ പറയാണ്, സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. ഹല്ലേലൂയ. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ, ഇവ ദൈവത്തിൻ്റെ സപ്താത്മ. അപ്പം ഈ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്ന സിംഹാസനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ത്രോൺ ഓഫ് ദ ഫാദർ ഗോഡ്. ഹല്ലേലൂയ. അത് പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ചാണ് ശരിക്കും ഇവിടെ പറയുന്നത്. അവിടുന്ന് പിതാവ് സംസാരിക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ്. ഹല്ലേലൂയ. ഇടിമുഴങ്ങും. നമുക്കറിയാം ഈ ഭൂമിയിൽ ഒരു ഇടിമുഴക്കം അല്ലെങ്കിൽ ഒരു മിന്നൽ പിണർ, അതിൻ്റെ ശബ്ദം നമുക്ക് എത്രയോ ബുദ്ധിമുട്ടാണ് ശരിക്കും കേൾക്കാൻ തന്നെ, അല്ലെങ്കിൽ എത്ര ഭയാനകമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതേപോലെ തന്നെയാണ് പിതാവായ ദൈവം. ഹല്ലേലൂയ. പിതാവായ ദൈവം സംസാരിക്കുമ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു ഇടിമുഴക്കങ്ങൾ, ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ്. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ള വചനഭാഗങ്ങളിൽ നിന്ന് ഇത് നമുക്ക് തെളിയിക്കാം. ഈ മറ്റുള്ള വചനഭാഗങ്ങളോട് നമ്മൾ കോട്ട് ചെയ്താൽ പിതാവായ ദൈവം സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ്. ഹല്ലേലൂയ. വളരെ ഭയാനകമായിട്ടുള്ള ഒരു ശബ്ദമാണ് ശരിക്കും എന്ന് നമുക്ക് വചനത്തിനകത്ത് നിന്ന് തെളിയിക്കാം. വേഗം എടുക്കാം. 2-3 വചനഭാഗങ്ങൾ എടുത്ത് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോ വ്യക്തികളുടെയും ഹല്ലേലൂയ. കാരണം നമ്മൾ മനസ്സിലാക്കണം ആരാണ് നമ്മളോട് സംസാരിക്കുന്നത്. പിതാവായ ദൈവമാണോ സംസാരിക്കുന്നത്, യേശു കർത്താവാണോ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നത് എന്ന് വ്യക്തതയോടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റെഫി സിസ്റ്റർ, താങ്ക്സ് ഫോർ ദാറ്റ് വേർഡ്. ഫ്രം ദ ത്രോൺ ലൈറ്റ്നിങ് ആൻഡ് തണ്ടേഴ്സ്. അത് പിതാവായ ദൈവം സംസാരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടെ നിന്നാണ് ഇടിമുഴക്കങ്ങൾ, മിന്നൽ പിണരുകൾ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ്, പ്രൈസ് യു. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നമുക്കെടുക്കാം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇതൊന്ന് ഈ ഒരു പോർഷൻ, ഈ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി ഞാൻ 2-3 വാക്യങ്ങൾ എടുക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം എടുത്ത് എല്ലാവരും മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായം എടുത്ത്. ഹല്ലേലൂയ. അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ഇത് നമുക്കറിയാം യേശുവിൻ്റെ മലയിലെ ട്രാൻസ്ഫിഗറേഷൻ, ആ ഒരു സംഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. ഇനി ശ്രദ്ധിക്കണം, ഇനിയും പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇവിടെ സംസാരിക്കുന്നത് ആരാണ്? ഇവിടെ പിതാവായ ദൈവമാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിതാവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്കുകൾ കേൾക്കുവിൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു, അവർ ഭയവിഹ്വലരായി. ഹല്ലേലൂയ. ഭയം കൊണ്ട് വിറച്ചു ഈ ശബ്ദം കേട്ടപ്പോൾ. Hallelujah. Because the voice of the Father God is lightning and thunders and it's terrifying voice. Hallelujah. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം പിതാവ് സംസാരിക്കത്തില്ലെന്നല്ല, നമ്മളോടും എന്നോടും നിങ്ങളോടും പിതാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, എടാ ഇത് ജിയോബർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പിതാവായ ദൈവം സംസാരിച്ചു, ഇത് യേശുവാ സംസാരിച്ചു, ഇത് പരിശുദ്ധ. യു വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഈസ് സ്പീക്കിംഗ് ടു യു. ഹല്ലേലൂയ. നമുക്ക് 3 ദൈവങ്ങളില്ല. വി ഹാവ് ഓൺലി വൺ ഗോഡ്. ഹല്ലേലൂയ. ബട്ട് ദ സെയിം ഗോഡ് ഹാസ് ഡിഫറെൻറ്റ് ഓഫീസസ്, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പക്ഷേ അവരുടെ ഹല്ലേലൂയ
സി ക്ലിയർ സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ വോയിസുകൾ വ്യത്യസ്തങ്ങളാണ് എന്നൊരു പോയിന്റിലേക്കാണ് ഞാനിവിടെ വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, അപ്പോൾ പിതാവ് സംസാരിച്ചു ആരെക്കുറിച്ച്? യേശുവിനെക്കുറിച്ച്. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുവിൻ എന്ന് കേട്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമഴ്ന്നു വീണു. ഹല്ലേലൂയ. അവർ ഭയവിഹുലരായി. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് സംസാരിച്ചപ്പോൾ ഭയം കൊണ്ട് വിറച്ച് ശിഷ്യന്മാരെന്ത് ചെയ്തു? കമഴ്ന്നു വീണു. Hallelujah. Because the voice of the Father God is like lightning and thunders, and is അങ്ങനത്തെ ശബ്ദമാണ് ശരിക്കും പിതാവിൻ്റെ. ഹാലലുയ, ഹാലലുയ, താങ്ക് യു ജീസസ്. ഹാലലുയ. അങ്ങനത്തെ ശബ്ദമാണ് ശരിക്കും പിതാവിൻ്റെ ശബ്ദം. നമുക്കൊരു ഒന്ന് രണ്ട് വാക്യങ്ങൾ എടുക്കാം. നിങ്ങൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം എടുത്ത്, പുറപ്പാട് പുസ്തകം, ഞാൻ ഒരു പോയിന്റ് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി മാത്രം 2-3 വാക്യങ്ങൾ പറയുന്നു. പുറപ്പാട് പുസ്തകം എടുത്ത്, പുറപ്പാട് പുസ്തകം. ഹാലലുയ. 1-2 ചോദ്യങ്ങൾ വരുന്നുണ്ട് ഉടനെ. ഹാലലുയ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം. ഹാലലുയ. 20-ാം അധ്യായം എടുത്തേ. ഹാലലുയ. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഹാലലുയ. ഇവിടെ ശരിക്കും പിതാവ് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞ ദൈവം അരുളി ചെയ്ത വചനങ്ങളാണ് ഇവ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണ് ഇവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എന്തുകൊണ്ടാണ് കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ലൂസിഫർ സ്വർഗത്തിലായിരുന്ന സമയത്ത് ഹല്ലേലൂയ അവൻ സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാരെ അവൻ എന്ത് ചെയ്തു? അവൻ വഞ്ചിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ അവൻ യുദ്ധം ചെയ്തു. ഹല്ലേലൂയ. അപ്പം അങ്ങനെ വഞ്ചിച്ച് ആ ദൂതന്മാരെ അവൻ വഞ്ചിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൂതന്മാർക്ക് അവൻ കൊടുത്ത ഒരു മോഹന വാഗ്ദാനമായിരുന്നു ഓരോ വ്യക്തികളെയും ദൈവമാക്കാമെന്നുള്ളത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഐ താങ്ക് യു. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിനകത്ത് ഇവൻ മറ്റു ദൂതന്മാരെ ഇവൻ വശീകരിച്ച് ദൈവത്തിനെതിരെ തിരിക്കുമ്പോൾ ഓരോ ദൈവദൂതന്മാർക്കും ഇവൻ കൊടുത്ത ഒരു പ്രോമിസ്, അവൻ വാഗ്ദാനം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നിന്നെ ഞാൻ ദൈവമാക്കാം എന്നുള്ള ഒരു വാഗ്ദാനം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ദൈവങ്ങൾ വരാൻ കാരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവും. ഓരോ രാജ്യത്ത്, ഓരോ ദേശത്ത്, ഓരോ പ്രദേശങ്ങളിൽ പല ദൈവങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഹല്ലേലൂയ ബിക്കോസ് സാത്താൻ, ലൂസിഫർ അന്ന് ദൈവദൂതന്മാരെ അവൻ വശീകരിക്കുമ്പോൾ അവർക്ക് കൊടുത്തൊരു പ്രോമിസാണ് അവൻ, നിന്നെ ഞാൻ ദൈവമാക്കാം, ആ ഭൂമിയിൽ നിന്നെ ദൈവമായി മറ്റുള്ളവർ ആരാധിക്കുന്ന രീതിയിൽ ഞാൻ ആക്കാം എന്ന് ഓരോ ദൂതനും അവൻ കൊടുത്തൊരു പ്രോമിസ്. അതുകൊണ്ടാണ് ഇന്ന് ഭൂമി മുഴുവൻ അവൻ കൊടുത്ത വാഗ്ദാനം അവന് നിറവേറ്റില്ലെങ്കിൽ ആ ദൂതന്മാരെല്ലാം കൂടെ അവൻ്റെ പുറകെ ചെന്ന് അവന് പണി കൊടുക്കും. ഹല്ലേലൂയ. തമാശ പറഞ്ഞാണ്. ഹല്ലേലൂയ. നോ, ഇറ്റ് ഇസ് റൈറ്റ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് ശരിക്കും ഈ ലോകത്തിന്ന് കാണുന്ന ദേവന്മാർ എന്ന് പറയുന്ന കാര്യങ്ങൾ വരാനുള്ള കാരണം അവൻ അവർക്ക് കൊടുത്തൊരു വാഗ്ദാനമാണത്. അവരെല്ലാം ദൈവങ്ങളാക്കാം എന്നുള്ളൊരു വാഗ്ദാനം. ഹല്ലേലൂയ. അപ്പം ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്ന് കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്, അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്നിട്ട് ഇങ്ങോട്ട് മുമ്പോട്ട് പോയിട്ട് നമ്മൾ ശരിക്കും ഹല്ലേലൂയ, താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. 18-ാം വാക്യം എടുക്കാം. 18-ാമത്തെ വാക്യം വേഗം എടുത്ത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഇടിമുഴക്കവും കാഹളധ്വനിയും കേൾക്കുകയും മിന്നൽ പിണരും മലയിൽ നിന്നുയർന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്നു വിറച്ച് അകലെ മാറി നിന്നു. അപ്പം ഈ ഒരു പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ കോൺടാക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുകയാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം സംസാരിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇടിമുഴക്കവും കാഹളധ്വനിയും കേൾക്കുകയും മിന്നൽ പിണരുകളും. കണ്ടില്ലേ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇടിമുഴക്കം, മിന്നൽ പിണര്, ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ്. ഹല്ലേലൂയ. അപ്പം അത് കേട്ടപ്പോൾ കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്നു വിറച്ച് അകലെ മാറി നിന്നു. അപ്പോൾ പിതാവായ ദൈവം സംസാരിക്കുമ്പോൾ ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ് ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. അപ്പോൾ അത് കേട്ട വ്യക്തികളെല്ലാം തന്നെ അവർക്കെല്ലാം തന്നെ അവരുടെ ലൈഫിനകത്ത് അവർ പറഞ്ഞേക്കുന്നത്, ആ വോയിസ് കേൾക്കുമ്പോൾ അവർ ഭയം കൊണ്ട്
ഹാലലൂയ. അവർ വിറച്ചു എന്ന് ഇതിനകത്ത് ശരിക്കും വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ അവർ ബാക്കിയുള്ള ഇസ്രായേൽ ജനം എന്താ പറഞ്ഞത്? അവ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ, അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. ഹല്ലേലൂയ. കണ്ടില്ലേ, പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതേപോലത്തെ പവർഫുൾ വോയിസാണ് പിതാവിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിനകത്ത് നമ്മൾ പത്രോസും യാക്കോബും യോഹന്നാനും ഭയവിഹുലരായി അവർ കമന്നു വീണു എന്ന് അവിടെ വചനം പറയുന്നു. അതേപോലെ തന്നെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പിതാവ് സംസാരിക്കുമ്പോൾ ഇവിടെ വ്യക്തതയോടെ പറയുന്നു, എന്താണ് ശരിക്കും അവർ ഭയന്ന് വിറച്ച് മോശയോട് പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ, അവിടുത്തെ ശബ്ദം കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. ഹല്ലേലൂയ. സോ ദ വോയിസ് ഓഫ് ദ ഫാദർ ഗോഡ് ഈസ് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. പിതാവിൻ്റെ ശബ്ദം അങ്ങനെയാണ്. ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം പിതാവ് സംസാരിക്കത്തില്ലെന്നല്ല, പിതാവ് സംസാരിക്കും. സോ വെൻ യു ഹിയർ ദ വോയിസ് ലൈക്ക് ദാറ്റ്, ഹല്ലേലൂയ, അതേപോലത്തെ ശബ്ദം കേൾക്കുമ്പോൾ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ ഫാദർ ഈസ് സ്പീക്കിംഗ് ടു യു. ഹല്ലേലൂയ. ദ ഫാദർ ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു. പിതാവായ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനത്തെ ശബ്ദം കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ നമുക്ക് ബൈബിളിനകത്ത് പിതാവ് സംസാരിക്കുമ്പോഴുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 18 വാക്യങ്ങൾ രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. മൂന്നാമതൊരു എക്സാമ്പിളോടെ ഞാൻ പറയുകയാണ്. എടുക്കാം നമുക്ക് ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ. വേഗം എടുത്ത് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ വേഗം എടുത്ത്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ജനം സ്നാനം സ്വീകരിച്ചപ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. നമ്മൾ എടുക്കുന്നത് ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളാണ് ശരിക്കും ഈ ഒരു പോയിന്റ് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും എടുക്കുന്നത്. അവിടെ പറയുന്നു, ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഓക്കെ, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഹല്ലേലൂയ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്കറിയാം പിതാവായ ദൈവം എന്താണ്? സംസാരിക്കുന്ന ദൈവമാണ്. അല്ല, പിതാവായ ദൈവം എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് സംസാരിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഞാനൊരു ചോദ്യം ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഐ പ്രൈസ് യു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് നമുക്കറിയാം. പ്രാവിൻ്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് വന്നത് നമുക്കറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നത് ഫിസിക്കലായിട്ടാണോ സ്പിരിച്വലായിട്ടാണോ വന്നത്? ഹല്ലേലൂയ. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ചോദ്യം ചോദിക്കുവാണ്. ഹല്ലേലൂയ. നമുക്കറിയാം സ്നാപക യോഹന്നാനിൽ നിന്ന് യേശു കർത്താവ് സ്നാനം സ്വീകരിക്കുമ്പോൾ ഇവിടെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്ന ആ പ്രാവ് എന്ന് പറയുന്നത് ഫിസിക്കലാണോ സ്പിരിച്വലാണോ? ഫിസിക്കൽ ഫോമിലായിരുന്നോ സ്പിരിച്വൽ ഫോമിലായിരുന്നു ഇറങ്ങി വന്നത്? ഓക്കെ, മോനീഷ പ്രദീപ് പറയുന്നു സ്പിരിച്വൽ ഫോമിലാണ് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ, സ്പിരിച്വൽ ഫോമിലാണ് ഇറങ്ങി വന്നത്. ഓക്കെ, ഫിസിക്കൽ ഫോം. ഓക്കെ, സ്റ്റീവി വിൽസൺ പറയുന്നു ഫിസിക്കൽ ഫോമിലാണ് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. എൻ്റെ ചോദ്യം കൃത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ്? ആത്മാവാണ്. അല്ല, അപ്പോൾ ആത്മാവായ പരിശുദ്ധാത്മാവ് സ്നാപക യോഹന്നാൻ യേശു കർത്താവിനെ സ്നാനം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഫിസിക്കലായിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന രീതിയിൽ ഫിസിക്കലായിട്ടുള്ള ഒരു പ്രാവായിട്ടാണോ ഇറങ്ങി വന്നത്? ഹല്ലേലൂയ. അതോ സ്പിരിച്വലായിട്ട്, അതായത് നമ്മുടെ ഫിസിക്കൽ ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല, ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന സ്പിരിച്വൽ ഫോമിലാണോ ഇറങ്ങി വന്നത്? ഹല്ലേലൂയ. ഏത് ഫോമിലാണ്? സ്പിരിച്വൽ ഫോമിലാണോ ഫിസിക്കൽ ഫോമിലാണോ ഇറങ്ങി വന്നത്? ഫിസിക്കൽ എന്ന് റിജിത് ബ്രദർ പറയുന്നു, ഷൈമ റോജു പറയുന്നു സ്പിരിച്വൽ ആണെന്ന് പറയുന്നു. ഹല്ലേലൂയ. സ്പിരിച്വൽ. ഹല്ലേലൂയ. സ്പിരിച്വൽ ഫോം. ഹല്ലേലൂയ. ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. ഓക്കെ. ഹല്ലേലൂയ. ഫിസിക്കൽ. സിബി ബ്രദർ പറയുന്നു ഫിസിക്കൽ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. സ്പിരിച്വൽ ഫോമിൽ. ഓക്കെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.
Hallelujah. Holy Spirit, I praise you. Holy Spirit, I praise you. Hallelujah. Thank you, Jesus. Okay, ഞാൻ സ്പിരിച്വൽ ഫിസിക്കൽ. ഓക്കെ, ഫിസിക്കൽ ഇറ്റ്സ് ടു ആരാണ് പറയുന്നത്, ടു കൺഫ്യൂസിങ് ആണെന്ന് പറയുന്നു ടു ടെൽ. Hallelujah. ഇറ്റ് ഇസ് ടു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ. ഹാലലുയ. ഫിസിക്കൽ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്, സ്പിരിച്വൽ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ സ്പിരിറ്റ് ആകുമ്പോൾ നമുക്ക് നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഫിസിക്കൽ ആണെങ്കിൽ ശരിക്കും നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് കാണാവുന്ന രീതിയാണല്ലോ ഫിസിക്കൽ എന്ന് പറയുന്നത്. ഹാലലുയ. അപ്പോൾ ഫിസിക്കലാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്നൊരു വചനം തരാൻ പറ്റുമോ? ഫിസിക്കലി ഫോർ പീപ്പിൾ ടു സീ. സലോമി സിസ്റ്റർ പറയുന്നു. ഓക്കെ, ഫിസിക്കൽ. ഡോണ്ട് നോ സ്പിരിച്വൽ ആൻഡ് സ്പിരിച്വൽ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ശരിക്കും ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണ്. നമുക്ക് ശരിക്കും ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, നിങ്ങളത് മലയാളം ബൈബിളിലല്ല, നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ വേർഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം എടുക്കാം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, and the Holy Spirit descended in bodily form like a dove upon him. ഹല്ലേലൂയ. അവിടെ പറയുന്നത് എന്താണ്? പ്രാവ് പോലെ. അപ്പം പ്രാവ് പോലെ എന്നുള്ളത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന പ്രാവ് പോലെയാണോ, അതോ ഇത് ആത്മാവായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി അത് ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന പ്രാവ് പോലെയാണോ എന്നതാണ് ചോദ്യം. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഉത്തരം ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പ്രാവിൻ്റെ രൂപത്തിൽ ഫിസിക്കൽ എന്ന് ഷിജോ ജോസഫ് ബ്രദറും പറയുന്നു. ഹല്ലേലൂയ. അതിന് ആധാരമായിട്ട് ഉള്ള വചനം എന്ന് പറയുന്നത് ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഡിസെൻഡഡ് ഇൻ ബോഡിലി ഫോം എന്നാണ് എഴുതിയിരിക്കുന്നത്. ബോഡിലി ഫോം. ഹല്ലേലൂയ. അപ്പോൾ ബോഡിലി ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രീക്ക് വേർഡ് നിങ്ങളത് നോക്കണം. ആ ഗ്രീക്ക് വേർഡിൽ എഴുതിയിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് എന്താണ്? സൊമാറ്റിക്കോസ് എന്ന് പറയുന്ന വാക്കാണ്. ഹല്ലേലൂയ. ഞാൻ ഗ്രീക്ക് പറഞ്ഞ് നിങ്ങളെ ശരിക്കും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചെന്നേ ഉള്ളൂ. സൊമാറ്റിക്കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫിസിക്കൽ എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഇതേ ഗ്രീക്ക് വേർഡാണ് ശരിക്കും തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ബോഡിലി എക്സസൈസ് പ്രോഫിറ്റ് നത്തിങ്. ഹല്ലേലൂയ. ബോഡി ശാരീരികമായിട്ടുള്ള ഒരു എക്സസൈസ് ഇറ്റ് പ്രോഫിറ്റ്സ് നത്തിങ് എന്ന് പറയുന്ന പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ ശരിക്കും സൊമാറ്റിക്കോസ് എന്ന് പറയുന്ന ബോഡിലി ഫിസിക്കൽ എന്ന് പറയുന്ന ആ വാക്കുമായി ബന്ധപ്പെട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന രീതിയിലാണ് ശരിക്കും പരിശുദ്ധാത്മാവ് ശരിക്കും യേശു കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷ് ബൈബിളിൽ ബോഡിലി ഫോം എന്ന് പറയുന്നു. അത് ഗ്രീക്ക് വാക്കിൽ അതെന്താണ് ശരിക്കും? ദേഹരൂപത്തിൽ. ഓക്കെ, ഇറ്റ് സേസ് ഇൻ മലയാളം ടു ദേഹരൂപത്തിൽ. ഓക്കെ, എനിക്കത് എൻ്റെ ഈ മലയാളം POC ബൈബിളിലെ ദേഹരൂപത്തിൽ നിന്ന് എഴുതിയിട്ടില്ല. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്നെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് ചിലപ്പം സത്യവേദ പുസ്തകത്തിലായിരിക്കും ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഓക്കെ, എനിവേ ഇറ്റ്സ് ഇൻ ബോഡിലി ഫോം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഹല്ലേലൂയ. അപ്പം യോഹന്നാൻ, സ്നാപക യോഹന്നാൻ യേശു കർത്താവിന് സ്നാനം കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. ഹൗ ക്യാൻ ദ സ്പിരിറ്റ് ബി ഇൻ ഫിസിക്കൽ ഫോം? ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വരുന്ന സമയങ്ങളിൽ നമുക്ക് നമുക്ക് സംസാരിക്കാം കേട്ടോ ബ്രദറെ. ഇതതിൻ്റെ ആ ടോപ്പിക്കോടെ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. എൻ്റെ ചോദ്യം ഇതാണ്. അപ്പോൾ യേശു കർത്താവ് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയാണ്. എങ്ങനെയാണ് യോഹന്നാന് തിരിച്ചറിഞ്ഞത് യേശു കർത്താവാണ് മിശിഹ എന്ന്, ക്രിസ്തു എന്ന് എങ്ങനെയാണ് കൺഫേം ആയത്? ആർക്കെങ്കിലും പറയാമോ? ഹല്ലേലൂയ. വചനത്തിനകത്തുനിന്ന് എനിക്ക് ഉത്തരം തരണം. ഹല്ലേലൂയ. താങ്ക് യു, വണ്ടർഫുൾ ലോർഡ് ജീസസ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നത് കണ്ടു. അപ്പോൾ കണ്ടപ്പോഴും യേശു കർത്താവ് ആണ് ശരിക്കും മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് യോഹന്നാന് മനസ്സിലായി എന്നാണ് നിങ്ങൾ ആൻസർ പറയുന്നതെങ്കിൽ എവിടെയാണ്? ദെയർ മസ്റ്റ് ബി എ സ്ക്രിപ്ചറൽ റെഫറൻസ് ഫോർ ദാറ്റ്, റൈറ്റ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെയാണ് യോഹന്നാൻ കൺഫേം തീർച്ചപ്പെടുത്തിയതിന് കാരണം എങ്ങനെയാണ് ശരിക്കും? ഹല്ലേലൂയ. ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് ക്രിസ്തു മിശിഹ എന്ന് യോഹന്നാൻ കൺഫേം ചെയ്ത് തീർച്ചപ്പെടുത്താൻ കാരണം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഹല്ലേലൂയ. എനിക്ക് വെള്ളം കുടിക്കാൻ ഇത്തിരി സമയം കിട്ടും.
ഹല്ലേലൂയ. എൻ്റെ ചോദ്യം മനസ്സിലായോ? ഓക്കെ, ബൈ ദ വോയിസ്. ഓക്കെ, ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയാം. അതായത് താൻ സ്നാനം കഴിപ്പിക്കുന്ന, ആത്മാവിൽ കണ്ടു, താൻ സ്നാനം കഴിപ്പിക്കുന്ന ഈ മുമ്പിൽ നിൽക്കുന്ന 6 അടി പൊക്കമുള്ള ഈ വ്യക്തിയാണ് ക്രിസ്തുവെന്ന് 100% ഉറപ്പോടുകൂടി സ്നാപക യോഹന്നാൻ എങ്ങനെ മനസ്സിലായി? ഓക്കെ, ഇവിടെ പറയുന്നു ഹെവൻസ് ഫാദേഴ്സ് വോയിസ് കൺഫേംഡ്. ഓക്കെ, അത് ഒരു ആൻസറായിട്ട് പറയുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസറുകളുണ്ടോ? ഹോളി സ്പിരിറ്റ് പ്രൈസ് യു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ആ സ്വരം കൊണ്ട് കൺഫേം ചെയ്യുന്നത് ചിലർ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്വരമല്ല. ഹല്ലേലൂയ, സ്വരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ അതിനകത്ത് കൺഫേം ചെയ്തുള്ള വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നീ എൻ്റെ പ്രിയപുത്രൻ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു, അത് ശബ്ദമാണല്ലോ. എലിസബത്തിനെ കാണാൻ വന്നപ്പോൾ പിള്ള ഉദരത്തിൽ, നോ, അത് എലിസബത്ത് അതൊക്കെ പിള്ളയായ സമയത്തല്ലേ. ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഹെവൻ സ്പോക്ക്. ഓക്കെ, ഹെവൻ സ്പോക്ക് ചെയ്തതല്ല, ബോത്ത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഫോം. ഹല്ലേലൂയ. പിതാവ് പറയുന്നു. ഓക്കെ, പിതാവ് എങ്ങനെ പറയുന്നു? പിതാവ് സംസാരിക്കുന്ന ശബ്ദം കേട്ടു, അതുകൊണ്ടാണോ യോഹന്നാൻ കൺഫേം ചെയ്തതെന്നാണോ? മാൻ ഓൺ ഹും സ്പിരിറ്റ് ഡിസെൻഡഡ് ലൈക്ക് ഡവ്. ഓക്കെ, സുജിത് ബ്രദർ, മാൻ ഓൺ ഹും എവിടെയാണ് ആ വചനം എന്ന് പറയാൻ പറ്റുമോ? മാൻ ഓൺ ഹും സ്പിരിറ്റ് ഡിസെൻഡഡ് ലൈക്ക് ഡവ്. സുജിത് രാജൻ ബ്രദർ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ഹല്ലേലൂയ, അതിനകത്ത് കാര്യമുണ്ട്. പക്ഷേ ക്യാൻ യു ടെൽ മി ദ സ്ക്രിപ്ചറൽ ബൈബിളിനകത്ത് ഏത് വചനത്തിലാണ്? ജോൺ 1:33. ഹല്ലേലൂയ, ഹല്ലേലൂയ, 33. ഹല്ലേലൂയ. യെസ്, ബിന്ദു സിസ്റ്റർ പറയുന്നതിനകത്ത് പ്രവചന നിവർത്തി. യെസ്, ഹല്ലേലൂയ. ജോൺ 1:33 നമുക്കെടുക്കാം. ജോൺ 1:33 എടുത്തേ എല്ലാവരും. ഹല്ലേലൂയ. യോഹന്നാൻ 1:33 വാക്യം എടുത്തേ. ബിന്ദു സിസ്റ്റർ അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 1:33 എടുത്തേ ആ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാമേ. യോഹന്നാൻ സ്വർഗം തുറക്കപ്പെട്ടത് അതല്ല സംഭവം. സ്നാപക യോഹന്നാൻ കൺഫേം ചെയ്ത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തിയാണ് ക്രിസ്തു എന്ന് ഹല്ലേലൂയ കൺഫേം ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ ഹല്ലേലൂയ മരുഭൂമിയിൽ വെച്ച് പിതാവ് പറഞ്ഞിരുന്നു യോഹന്നാനൊരു സൈൻ. ഹല്ലേലൂയ. ആരാണ് ക്രിസ്തു എന്ന ഒരു സൈൻ, ഒരടയാളം കൊടുത്തിരുന്നു യോഹന്നാന്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിനകത്ത് സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. യോഹന്നാൻ പറയുന്നു, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ. ആരാണ് ജലം കൊണ്ട് സ്നാനം നൽകാൻ അയച്ചത്? പിതാവാണ് അയച്ചത്. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഹല്ലേലൂയ. പിടികിട്ടിയോ? ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ 1:33 ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു, എനിക്ക് അവനെ അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ മരുഭൂമിയിൽ പിതാവ് എന്നോട് പറഞ്ഞു, പിതാവായ ദൈവം പറഞ്ഞു, നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ആരുടെ മേലാണോ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് എന്ന് നീ കാണുന്നുവോ. ഹല്ലേലൂയ. അപ്പം ഈ സ്നാനം കൊടുക്കാൻ യോഹന്നാനെ കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ ഹല്ലേലൂയ അതിൻ്റെ 2 വശങ്ങളുണ്ട്. ഒന്ന് റിപ്പൻറ്റൻസിന് വേണ്ടിയുള്ള, അനുതാപത്തിന് വേണ്ടിയുള്ള സ്നാനമാണ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ എന്താണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയും കൂടിയാണ് സ്നാനം യോഹന്നാനോട് ചെയ്യാൻ പറയുന്നത്. കാരണം യോഹന്നാൻ സ്നാനം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഏത് വ്യക്തിയുടെ മേലാണോ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത്, ഹല്ലേലൂയ ആ വ്യക്തിയാണ് ശരിക്കും മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ യോഹന്നാൻ വിളിച്ചു പറയാൻ യോഹന്നാൻ ആദ്യം ഒരു പ്രവചനം കൊടുക്കുകയാണ്. ശരിക്കും മരുഭൂമിയിൽ യോഹന്നാൻ ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞു, നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ആരുടെ മേലാണോ ആത്മാവ് ഇറങ്ങി വരുന്നത് നീ കാണുന്നത്, അവനാണ് ശരിക്കും ആര്? ക്രിസ്തു, മിശിഹ. ഹല്ലേലൂയ. നമുക്ക് ഇതല്ല നമ്മുടെ ടോപ്പിക്ക്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ 2-3 വചനങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ വോയിസ് ഈസ് സെപ്പറേറ്റ് ഫ്രം
കർത്താവായ യേശുവിൻ്റെ ശബ്ദവും നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടു. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മലയിൽ കർത്താവ് രൂപാന്തരപ്പെടുമ്പോൾ പിതാവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? കമഴ്ന്നടിച്ചു വീണു, ഭയവിഹുലരായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിനകത്ത് നമ്മൾ കണ്ടു, അവർ പറയുകയാണ്, പിതാവ് ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശയോട് സംസാരിച്ചാൽ മതി, കാരണം കർത്താവിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാം ആധാരമായിട്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം അവിടെ നമ്മൾ കണ്ടു. the Father God, when he speaks, is like lightning and thunders. Hallelujah. So the voice of the Father God is like that. പിതാവായ ദൈവം സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. Hallelujah. ഇനി voice of the Lord Jesus is not like the voice of the Father God. പിതാവായ ദൈവം സംസാരിക്കുന്ന ആ ഒരു വോയിസ് അല്ല ശരിക്കും യേശു കർത്താവിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞത് പിതാവിൻ്റെ ശബ്ദം കേൾക്കുമെന്നാണോ പറഞ്ഞത്? അല്ല. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ, എനിക്കുള്ളവർ, എന്നിൽ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, അവരെന്ത് ചെയ്യും? എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിനൊരു ശബ്ദമുണ്ട്. യേശു കർത്താവിൻ്റെ വോയിസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ വോയിസ് ഓഫ് ദ ഫാദർ ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ യേശു കർത്താവ് പറയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞ ഹിസ് വോയിസ് ഈസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്. ഹല്ലേലൂയ. യേശു കർത്താവ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുകളുള്ളവൻ. ഹല്ലേലൂയ. നമുക്കറിയാം ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പറയുകയാണ് കർത്താവിൻ്റെ ശബ്ദം എന്താണ്? ഈസ് എ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശബ്ദം വളരെ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ് അല്ല. അപ്പോൾ യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ലൈക്ക് എ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ് എന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. ഇനി അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം എടുത്ത് അവിടെ യേശു കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു പ്രത്യേക പോയിന്റിലോട്ടാണ് വരുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ദർശനങ്ങൾ കാണുമ്പോൾ വെൻ അറ്റ് ദ സെയിം ടൈം യു മേ ഓൾസോ റിസീവ് എ വേർഡ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ചേർന്ന് ചില സമയങ്ങളിൽ നമുക്ക് വരും. അത് ആ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കെടുക്കാം അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം എടുക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതരെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരുവാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ മുമ്പോട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊള്ളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഹല്ലേലൂയ. അപ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിൻ്റെ വോയിസ് ഉണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായകയാൽ സ്തബ്ധരായി നിന്നുപോയി. ഹല്ലേലൂയ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ എന്ത് ചെയ്തു? അവർ സ്വരം കേട്ടു. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിൻ്റെ വോയിസ് ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ലൈക്ക് ദ വോയിസ് ഓഫ് ദ ഫാദർ. ഇറ്റ്സ് ലൈക്ക് ദ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ് എന്ന ഒരു വചനഭാഗത്ത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. ഇവിടെ അപ്പസ്തോല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിനകത്ത് വ്യക്തമായിട്ട് പൗലോസിനോട്, സാവൂളിനോട് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് യേശു സംസാരിക്കുന്നു. ഹല്ലേലൂയ. പിതാവല്ല സംസാരിക്കുന്നത് അവിടെ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. ഹല്ലേലൂയ. പിതാവല്ല സംസാരിക്കുന്നത്, യേശു കർത്താവാണ് സംസാരിക്കുന്നത്. യേശു പറയാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ ആ ശബ്ദം കൂടെ ഉണ്ടായിരുന്നവരും കേട്ടു. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് പ്രൈസ് യു. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിൻ്റെ സ്വരം ഇങ്ങനെ ഹല്ലേലൂയ എപ്പോഴും മറ്റുള്ളവരും കൂടെ കേൾക്കുന്ന രീതിയിലാണോ നമുക്ക് ലഭിക്കുന്നത്? ഇറ്റ്സ് നോട്ട് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യേശു കർത്താവ് സംസാരിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. നമുക്ക് 2 രീതിയിൽ യേശു കർത്താവ് നമ്മളോട് സംസാരിക്കാം.
ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ ഫിസിക്കൽ ഇയറിന് കേൾക്കുന്ന രീതിയിൽ യേശു കർത്താവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്താണ്? നമ്മുടെ സ്പിരിറ്റ് മാൻ കേൾക്കുന്ന രീതിയിൽ യേശു കർത്താവ് സംസാരിക്കും. ഹോളി സ്പിരിറ്റ്, ഐ പ്രൈസ് യു. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. രണ്ട് രീതിയിൽ പിതാവായ ദൈവം സംസാരിക്കുന്ന രീതി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് വിൽ ബി ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ്. ഇറ്റ് വിൽ ബി എ ടെറിഫൈഡ് ആൻഡ് വെരി സ്കേറി വേ ഓഫ് ബിക്കോസ് he is the father of lights. Hallelujah. Such a great energy. When he speaks, there are lightning and thunders. Hallelujah. പക്ഷേ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ രണ്ട് രീതിയിൽ എന്നോട് നിങ്ങളോട് യേശു കർത്താവിന് സംസാരിക്കാൻ പറ്റും. ഓഡിയബിളായിട്ട് എൻ്റെ ഈ ഫിസിക്കൽ ചെവിക്ക് കേൾക്കത്തക്ക രീതിയിൽ കർത്താവിന് സംസാരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ രീതി, ഈ ഫിസിക്കൽ ഇയറിലല്ല, എൻ്റെ സ്പിരിറ്റ് ഇയർ കേൾക്കത്തക്ക രീതിയിലും സംസാരിക്കാൻ പറ്റും. Hallelujah. Thank you, wonderful Lord Jesus. It is up to the Lord how he want to come speak to you. നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് എന്നോട് ഓഡിയബിൾ വോയിസ് സംസാരിക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. കർത്താവാണ് ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ദർശനങ്ങളിലൂടെ സംസാരിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. സോ യു മസ്റ്റ് ബി വെരി ഫ്ലെക്സിബിൾ. നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന രീതിയിലല്ല കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. കർത്താവ് ചില സമയത്ത് വേർഡ് ഓഫ് അട്ടറൻസ് ആകാം. ആത്മാവ് നിറഞ്ഞ് ആത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ വായു ഉപയോഗിച്ച് കർത്താവ് സംസാരിക്കാം. ഹല്ലേലൂയ. രണ്ടാമത് എന്താണ്? ദർശനങ്ങളിലൂടെ സംസാരിക്കാം. ഹല്ലേലൂയ. മൂന്നാമത്തെ വഴി എന്താണ്? അരുളപ്പാടുകൾ ഉണ്ടാകാം. അതായത് കർത്താവിൻ്റെ ഓഡിയബിൾ വോയിസ്. അപ്പോൾ ആ ഓഡിയബിൾ വോയിസ് രണ്ട് രീതിയിൽ നമുക്ക് ലഭിക്കാം. യേശു കർത്താവിൻ്റെ വോയിസ്, ഒന്ന് നമ്മുടെ ഈ ചെവി, ഫിസിക്കൽ ചെവിക്ക് കേൾക്കത്തക്ക രീതിയിൽ കർത്താവ് സംസാരിക്കാം. ഹല്ലേലൂയ. രണ്ടാമത്തെ എന്താണ്? ഈ ഫിസിക്കൽ ഇയറിന് കേൾക്കത്തക്ക രീതിയിലല്ല, ഈ ഫിസിക്കൽ ഇയറിന് തൊട്ടു പുറയിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ ചെവി ഇരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ ഇരിക്കുന്നത് ഈ ഫിസിക്കലായിട്ട് തൊട്ടു പുറയിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഇയർ കേൾക്കത്തക്ക രീതിയിൽ മാത്രമല്ല, നമ്മുടെ സ്പിരിച്വൽ ഇയർ കേൾക്കത്തക്ക രീതിയിലും കർത്താവിന് സംസാരിക്കാം. ഹല്ലേലൂയ. ഇറ്റ് ഈസ് അപ് ടു ദ ലോർഡ്. കർത്താവ് ഏത് രീതിയാണോ എടുക്കുന്നത് എന്നുള്ളത് കർത്താവിൻ്റെ തീരുമാനമാണ്. വി കനോട്ട് ആസ്ക് ഹിം പ്ലീസ് സ്പീക്ക് ടു മീ ഓൺലി ദിസ് വേ. നോ, ഹീ സ്പീക്സ് അക്കോർഡിംഗ് ടു ഹിസ് വിഷ്, അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ഹല്ലേലൂയ. ഞാൻ രണ്ട് എക്സാമ്പിൾ പറയുവാണ്. ശരിക്കും ആ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നിങ്ങളോടും കർത്താവ് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ശബ്ദം എവിടെ നിന്ന് കേൾക്കുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിച്ച് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. കാരണം യേശു കർത്താവിൻ്റെ വ്യക്തമായിട്ട് പറയുന്ന, കർത്താവ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച യെസ്, ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് പിടികിട്ടും. പെട്ടെന്ന് ഞാൻ പറയുന്ന സംഭവം പിടികിട്ടും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥന ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന്. ഹല്ലേലൂയ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഐ ഫീൽ വെരി കർത്താവിൻ്റെ മുമ്പിൽ അങ്ങ് മുട്ടുകുത്തി ഐ വാസ് വർഷിപ്പിംഗ് ദ ലോർഡ്. ഹല്ലേലൂയ. വർഷിപ്പിംഗ് ദ ലോർഡ്. അപ്പം ഹല്ലേലൂയ. ഞാൻ എപ്പോഴും കർത്താവ് ഐ വിൽ ആസ്ക് ദ ലോർഡ് ടു മെനി ക്വസ്റ്റ്യൻസ്. ഹല്ലേലൂയ. ഒത്തിരി ക്വസ്റ്റ്യനുകൾ കർത്താവിനോട് ചോദിക്കും. കർത്താവേ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഞാൻ ഈ ഒരാഴ്ച ചൊവ്വായും വെള്ളിയും ശനിയും ശുശ്രൂഷ ചെയ്യുന്നു, ഇതൊക്കെ അങ്ങയുടെ ഇഷ്ടപ്രകാരം തന്നെയാണല്ലോ. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ തോമസ് ലീഹായുടെ അളിയൻ്റെ ഒരു സ്വഭാവം വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തോമസ് ലീഹ സെൻറ്റ് തോമസ്, ഞാൻ കളിയാക്കി പറയുന്നതല്ല, ചില സമയത്ത് എത്ര വലിയ നമ്മൾ ആത്മീയരാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ചില സമയത്ത് വി ഹാവ് ടു ആസ്ക് ദ ലോർഡ് am I going in the right way? ഞാൻ കറക്റ്റ് രീതിയിലാണോ പോകുന്നത്? ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് am I really your servant Lord എന്നൊക്കെ ചോദിക്കും. ഹല്ലേലൂയ. ഞാൻ ശരിക്കും അങ്ങയുടെ ഒരു ദാസനാണോ? ഈ ശുശ്രൂഷ ചെയ്യാനും മാത്രമുള്ള എന്തെങ്കിലും യോഗ്യത എനിക്കുണ്ടോ? ഹല്ലേലൂയ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ കർത്താവിനോട് ഒത്തിരി ചോദിക്കും. വി ക്യാൻ ആസ്ക് ദ ലോർഡ് എനിത്തിങ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കെന്തെങ്കിലും മറുപടി തരണോ വേണ്ടയോ എന്ന് കർത്താവാണ് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്കൊന്ന് നമ്മുടെ ഈ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ശുശ്രൂഷ, ഈ ദർശനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട്. ഹല്ലേലൂയ. അപ്പം ഞാൻ പ്രാർത്ഥനയ്ക്കകത്ത് ഇങ്ങനെ ഐ വാസ് സോ ബ്രോക്കൺ ഇൻ മൈ ഹാർട്ട്.
വളരെ ഹൃദയത്തിനകത്ത് അങ്ങനെ ബ്രോക്കൺ ചെയ്തിങ്ങനെ കർത്താവ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യത്തിനകത്ത് പോലും തെറ്റ് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഒന്നുപോലും അങ്ങയുടെ ഹിതം അല്ലാത്ത ഒരു കാര്യം പോലും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ഞാൻ കർത്താവിനോട് ഡിമാൻഡ് ചെയ്യുന്നൊരു സംഭവം ഇതാണ്. ഹല്ലേലൂയ. ഐ വാണ്ട് ടു ഡു 100% യുവർ വിൽ ഓൺലി. ഓരോ സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയുടെ ഇഷ്ടവും അങ്ങയുടെ പദ്ധതിയും മാത്രമേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഈ ചെയ്യുന്നത് അങ്ങയുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യമാണോ അല്ലയോ എന്ന് എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലല്ലേ? ബിക്കോസ് 100 കാര്യം ഞാൻ ചെയ്യുമ്പോൾ അതിനകത്ത് 100 കാര്യവും യേശു പറഞ്ഞിട്ട് മാത്രം അതാവണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഒരു കാര്യം പോലും എൻ്റെ ഒരു ജഡത്തിൻ്റെ ഇൻസ്പിറേഷനകത്തുനിന്നോ അല്ലെങ്കിൽ എൻ്റെ സ്വയം ഒരാഗ്രഹത്തിനകത്തുനിന്നോ വരരുത് എന്നെനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. കാരണം 1 Corinthians 3:11 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ വൈക്കോല് കൊണ്ടും പുല്ലുകൊണ്ടും ഹല്ലേലൂയ രത്നങ്ങൾ കൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പണിയാം. ഹല്ലേലൂയ. പക്ഷേ അവസാനത്തെ ദിവസം കർത്താവിൻ്റെ അഗ്നി പരിശോധിക്കുമ്പോൾ പുല്ലും വൈക്കോലും കച്ചിവെല്ലാം കത്തിപ്പോവും. ഹല്ലേലൂയ. ഞാൻ ഇടുന്ന ഈ സമയമോ ഞാൻ ഈ ചിലവാക്കുന്ന എഫേർട്ടോ അത് നിലനിൽക്കണമെങ്കിൽ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ വജ്രങ്ങൾ കൊണ്ടോ ആയിരിക്കണം ഞാൻ പണിയേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം പോലും, ഒരു മിനിറ്റ് പോലും, ഈവൻ ഒരു വീഡിയോ ഇറക്കിയാൽ പോലും ഹല്ലേലൂയ അത് യേശുവിൻ്റെ ഡയറക്ഷൻ ഇല്ലാതെ ഇറക്കരുത് എന്നെനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഇറ്റ്സ് മൈ അട്ടമോസ്റ്റ് ഡിസയർ. സോ ഐ ഓൾവേസ് ആസ്ക് ദ ലോർഡ്, ആം ഐ ഡൂയിങ് ദിസ് റൈറ്റ്? 3 കർത്താവ് ചൊവ്വ വെള്ളി ശനി ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ഇത് ഓക്കെ ആണോ? ആം ഐ ഡൂയിങ് റൈറ്റ്? അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കർത്താവിനോട് അങ്ങനെ ചോദിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഐ വാസ് വെരി ബ്രോക്കൺ ഇൻ മൈ ഹാർട്ട് ആൻഡ് ഐ വാസ് kneeling down and I was worshipping the Lord at that very moment. I heard എ ലിറ്ററൽ വോയിസ്. ഹല്ലേലൂയ. എൻ്റെ ഈ റൈറ്റ് ഇയറിൽ ഹല്ലേലൂയ ഈ റൈറ്റ് ഇയറിൻ്റെ ഇവിടെ ഒരു വോയിസ് ഞാൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ. ദ ലോർഡ് സെഡ് ദാറ്റ് യു ആർ മൈ സെർവൻറ്റ്. ഒറ്റ വാക്ക്. ഹല്ലേലൂയ. ഞാൻ കരഞ്ഞുപോയി കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ശരിക്കും ഐ വാസ് ബ്രോക്കൺ സോ ആൻഡ് ഐ വാസ് ക്രൈങ്. ദ ലോർഡ് സെഡ്, ഈ ഒരു ഓഡിയബിൾ വോയിസ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ചുറ്റുമൊക്കെ അടുത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. പക്ഷേ അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇപ്പം നേരത്തെ നമ്മൾ അപ്പസ്തോല പ്രവൃത്തികളിൽ നമ്മൾ കണ്ടു, യേശു കർത്താവ് പൗലോസിനോട് സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ ഒരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വൺ വേ. അതൊരു രീതിയാണ്. പക്ഷേ ഇവിടെ എൻ്റെ സ്പിരിറ്റ് മാൻ അല്ല കേട്ടത്, എൻ്റെ ഫിസിക്കൽ ഇയർ ഇവിടെ വന്ന് ഒരു വോയിസ്, ഒരു ഓഡിയബിൾ വോയിസ്. ആ വോയിസിനോട് പറയാണ്, യു ആർ മൈ സെർവൻറ്റ്. ഒറ്റ വാക്ക്. ഹല്ലേലൂയ. ഒറ്റ വാക്ക്. യു ആർ മൈ സെർവൻറ്റ്. അതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ആം ഐ റിയലി ഡൂയിങ് യുവർ വർക്ക്? ആം ഐ റിയലി യുവർ സെർവൻറ്റ്? ഹല്ലേലൂയ. കാരണം എനിക്കറിയാം ഒത്തിരി പേര് സെൽഫ് വിൽഡായിട്ടുള്ള സെർവൻസ് ആണ്. അത് സ്വയം യേശു കർത്താവിൻ്റെ ജോലി അങ്ങ് ചെയ്യുകയാണ്. കർത്താവ് അയക്കുന്നതോ കർത്താവ് ഓർഡൈൻ ചെയ്യുന്നതോ കർത്താവ് വിടുന്നതോ ഒന്നുമല്ല. സ്വയം അങ്ങ് ആ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. പല ആൾക്കാരും ചെയ്യുന്നത് സ്വന്തം ഒരാഗ്രഹം കൊണ്ട്, സ്വന്തം ഡിസയർ കൊണ്ട്, അവരുടെ സമയത്തിന് മുമ്പേ, അവർക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയത്തിന് മുമ്പേ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഐ വാസ് വെരി വെരി പർട്ടിക്കുലർ ദാറ്റ് എവറിത്തിങ് ദാറ്റ് ഐ ഡു മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് സക്സസ് ഉണ്ടാവും. ഹല്ലേലൂയ. ഈ എനിക്കൊന്ന് ജെനിസിസ് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ദ ലോർഡ് വാസ് വിത്ത് ജോസഫ് ആൻഡ് ഹി വാസ് എ സക്സസ്ഫുൾ മാൻ. ഹല്ലേലൂയ. ദ ലോർഡ് വാസ് വിത്ത് ജോസഫ് ആൻഡ് ഹി വാസ് എ സക്സസ്ഫുൾ മാൻ. അപ്പം ജോസഫിന് സ്വന്തമായിട്ടൊരു വിജയം കൊണ്ടുവരാൻ പറ്റത്തില്ല. ജോസഫ് വിജയിക്കാനുള്ള കാരണം അവൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവില്ലാത്ത ഒരു പരിപാടിക്കും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഞാൻ പോകുന്നിടത്തല്ല കർത്താവ് വരേണ്ടത്, കർത്താവ് ഉള്ളിടത്താണ് ഞാൻ പോകേണ്ടത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോയിട്ട് കർത്താവെ അവിടെ അങ്ങ് വരണമേ എന്നല്ല ഞാൻ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. മറിച്ച് കർത്താവ് എവിടെയാണോ അവിടേക്ക് ഞാൻ പോയി ശുശ്രൂഷ ചെയ്യേണ്ടത്. ഹോളി സ്പിരിറ്റ് പ്രൈസ് യു. ഹലോ. നിങ്ങളൊക്കെ വ്യത്യാസം മനസ്സിലായോ? രണ്ടിനും വ്യത്യാസമുണ്ട്. ഞാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് കർത്താവെ അവിടെ വരണേ അവിടെ വന്ന് പ്രവർത്തിക്കണമേ എന്നുള്ളതല്ല ഇന്നത്തെ കറക്റ്റ് രീതി. കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, കർത്താവ് ഉള്ളിടത്ത്
ഹല്ലേലൂയ. കർത്താവ് എവിടെയായിരിക്കുന്നു അവനെയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. കർത്താവ് എന്നെ ഫോളോ ചെയ്യുമല്ല, ഞാൻ കർത്താവിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ എപ്പോഴും ഞാൻ ഒരു മിനിറ്റ് പോലും ഞാൻ വേസ്റ്റ് ചെയ്യാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം യേശുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും എനിക്ക് ചെയ്തിട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ബി സക്സസ്ഫുൾ ഇൻ ദാറ്റ്. വചനം വ്യക്തമായിട്ട് പറയുന്നു, ദ ലോർഡ് വാസ് വിത്ത് ജോസഫ് ആൻഡ് ഹി വാസ് എ സക്സസ്ഫുൾ മാൻ. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വചനം പറയുന്നത്, ഹിസ് മാസ്റ്റർ സോ ദാറ്റ് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ്റെ യജമാനൻ കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് ഉള്ളിടത്ത് നമ്മളായിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും? അവിടെ നമ്മൾ പ്രോസ്പർ ചെയ്യും. ഹല്ലേലൂയ. നമ്മളവിടെ വളരും. അത് നമുക്കവിടെ കർത്താവിൻ്റെ വില്ലിനകത്താണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കർത്താവിൻ്റെ ഇഷ്ടത്തിനകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹോളി സ്പിരിറ്റ് പ്രൈസ് യു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പലരും ശുശ്രൂഷയ്ക്കൊക്കെ സമയത്തിന് മുമ്പേയും സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം ഫ്ലഷിൻ്റെ ആഗ്രഹത്തിനകത്തുമാണ് പലരും ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. That's a mistake. Hallelujah. You have to wait until God sent you. കർത്താവ് പറയണം, യെസ്, ദിസ് ഈസ് യുവർ ടൈം, ദിസ് ഈസ് യുവർ ഡേ, ഗോ ആൻഡ് പ്രീച്ച് മൈ ഗോസ്പൽ. ഹല്ലേലൂയ. അങ്ങനെ അയക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്തിന് വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. സോ ആ ഒരു ദിവസം ഞാൻ ഇതിന് മുമ്പ് പലപ്പോഴും അങ്ങനത്തെ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. പക്ഷേ റീസെൻ്റ്ലി ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വളരെ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആം ഐ റിയലി ഡൂയിങ് ദ റൈറ്റ് തിങ്. ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കുമ്പോൾ ലിറ്ററൽ വോയിസ്, ഒരു വോയിസ്, ഈ ഫിസിക്കൽ ഇയറിൻ്റെ അവിടെ ഒരു വോയിസ് ഞാൻ കേട്ടു, യു ആർ മൈ സെർവൻറ്റ്. Hallelujah. I was broken down and I was crying and worshiping the Lord. Hallelujah. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഹല്ലേലൂയ, ഇത്രയും വലിയൊരു ദൈവം, ഹല്ലേലൂയ, ഇത്രയും വലിയ ദൈവം, സകല പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥനായ ഒരുവൻ, ഹല്ലേലൂയ, താൻ സൃഷ്ടിച്ച വെറും പുഴു പോലെയുള്ള ഒരു മനുഷ്യൻ്റെ അടുക്ക വന്ന്, ഹല്ലേലൂയ, അവിടുന്ന് സംസാരിക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. സച്ച് എ ഗ്രേറ്റ് ഗോഡ് വി സർവ്. അല്ല, നമ്മുടെ അടുക്ക വന്ന് കർത്താവ് സംസാരിക്കാനും മാത്രം നമുക്കെന്ത് യോഗ്യതയാണുള്ളത്? ഒരു യോഗ്യത ഇല്ലാതായിരിക്കുമ്പോൾ അത്ര ഉന്നതനായവൻ, അത്യുന്നതനായവൻ, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് വന്ന് അവനോട് അവൻ്റെ വാക്കുകളെ, തിരുമൊഴികളെ, അരുളപ്പാടുകളെ അവൻ സംസാരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോഡ് വി സർവ്. Hallelujah. Hallelujah. Thank you wonderful Lord Jesus. Hallelujah. Holy Spirit, I praise you. Hallelujah. അപ്പോൾ അങ്ങനെ ഓഡിയബിളായിട്ടുള്ള വോയിസിൽ യേശു കർത്താവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ വോയിസ് കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ ദയവ് ചെയ്ത് ചിന്തിച്ചാൽ ഇത് വേറെ ആരോ സംസാരിക്കുന്നത്, ഇതെൻ്റെ തോന്നലാണോ? നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അല്ല, തോന്നലല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇത്രയും കാര്യം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. There can be a literal voice is really speaking to you in your ear. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വൺ വേ, ഒരു വേ ആണ്. ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ ഫിസിക്കൽ ഇയറിലല്ല സംസാരിക്കുന്നത്, മറിച്ച് നമ്മുടെ സ്പിരിച്വൽ ഇയറിൽ സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ സ്പിരിച്വൽ ഇയറിൽ സംസാരിക്കുമ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വൈൽ ഐ വാസ് പ്രേയിങ്, അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഐ വാണ്ട് ടു ടെൽ യു ദാറ്റ് ദെയർ ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഹല്ലേലൂയ. നമ്മൾ ദർശനങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പെട്ടെന്ന് കർത്താവിൻ്റെ അരുളപ്പാടുകളെക്കുറിച്ച് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ അരുളപ്പാടുകളും ഒരുമിച്ച് വരാം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അത് പിടിക്കാൻ ശ്രദ്ധിക്കണം, അത് വിട്ടുകളയല്ലേ. ഹല്ലേലൂയ. അപ്പം ഞാൻ ശരിക്കും 2 ദിവസം മുമ്പ് പിള്ളേരുടെ കൂടെ ഞാനിത് ഐ എം നോട്ട് ടെല്ലിങ് ദിസ് എന്നെ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും എക്സാമ്പിൾ പറയണം, അതിനുവേണ്ടി മാത്രമേ ഉള്ളൂ. സോ ഐ ഡോണ്ട് നീഡ് ടു പ്രൊജക്റ്റ് മൈസെൽഫ്. ഓക്കെ, ശരിക്കും ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം ഞാനൊരു സെർവൻറ്റ് ഓഫ് ഗോഡ് ആണെന്ന് തെളിയിക്കാനോ, നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഐ ഡോണ്ട് കെയർ ഓൾ ദീസ് തിങ്സ്. അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുള്ള ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ. അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയണമല്ലോ, അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരും. അങ്ങനത്തെ അതേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കുമ്പോൾ ജിയോ ബ്രദർ അന്ന് പറഞ്ഞതാണ് ശരിക്കും, ഓഡിയബിൾ വോയിസ് കേൾക്കും. ഹല്ലേലൂയ. ഞാൻ കേട്ടു, യേശു കർത്താവിനോട് സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മ വരും, അത് അന്ന് ബ്രദർ പറഞ്ഞാണല്ലോ, ഇങ്ങനൊരു വോയിസ് കേൾക്കും, അത് കർത്താവിനോട് സംസാരിച്ചത്, ഇത് പിശാചൊന്നും അല്ല സംസാരിച്ചേക്കുന്നത് എന്ന് വ്യക്തതയോടെ നമുക്ക് അന്ന്
പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. രണ്ടാമത്തെ രീതി എന്താണ് ഞാൻ പറഞ്ഞത്? ആത്മാവിൻ്റെ ചെവികളിൽ കർത്താവ് സംസാരിക്കും. ഹല്ലേലൂയ. അപ്പം 2 ദിവസം മുമ്പ് പിള്ളേരുമായിട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഐ സോ എ വിഷൻ. ഹല്ലേലൂയ. അപ്പം വിഷനും വോയിസും കൂടെ ഒരുമിച്ച് വന്നാണ് ഞാൻ പറയുന്നത്. ഐ സോ എ വിഷൻ. അപ്പോൾ ആ വിഷനകത്ത് ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ എന്ത് പറയുന്നത്, ഒരു പ്ലാസ്റ്റിക്, നമ്മുടെ പണ്ടൊക്കെ സ്കൂളിൽ ഈ തൈ തന്നു വിടുമായിരുന്നല്ലോ, പ്ലാന്റ്. അതായത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഒരു പ്ലാന്റ് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ തന്നു വിടുമായിരുന്നു. എൻ്റെയൊക്കെ സ്കൂളിലുണ്ടായിരുന്നു. നിങ്ങളുടെ സ്കൂളിലുണ്ടോയെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ലും 10ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മരങ്ങൾ നമുക്ക് സ്കൂളുകളിൽ നിന്ന് തന്നു വിടുമായിരുന്നു. മരങ്ങൾ എന്നല്ല, ചെടികൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്തൊരു ചെടി, ആ ചെടി നമുക്ക് വീട്ടിൽ കൊണ്ട് വെക്കാം. അങ്ങനത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ പോട്ടിനകത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ പ്ലാന്റ്, ആ പ്ലാന്റ് നമുക്ക് വീട്ടിനകത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് വളർത്തുന്നില്ലേ? ഹല്ലേലൂയ. അപ്പോൾ അതുപോലത്തെ ഒരു ദർശനം കാണാനായി ഹല്ലേലൂയ. അപ്പം ഞാൻ ചില സമയത്ത് മൈ പ്രോബ്ലം ഈസ് ദാറ്റ് സംടൈംസ് ഐ എം വെരി നമ്മൾ നേരത്തെ പറഞ്ഞ തോമാസ് ലീഹായുടെ ഒരു ചെറിയ ടൈപ്പ് വരും എനിക്ക്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കർത്താവിനോട് ചോദിക്കും, ലോർഡ് ആം ഐ ഡൂയിങ് ദ റൈറ്റ് തിങ്, ആം ഐ ദിസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങളുടെ സ്കൂളിലും ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ കാറ്റാടിമരം എന്നൊക്കെ പറഞ്ഞ്, കാറ്റാടിമരം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാറ്റാടിമരം, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ബൊക്കയ്ക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന ചില ഇതുണ്ടല്ലോ, ലീവ്സ് ഉണ്ടല്ലോ, ഹല്ലേലൂയ. അപ്പോൾ അത് അങ്ങനത്തെ അത് ഉണ്ടാക്കുന്ന പ്ലാന്റുകളൊക്കെ ഈ സ്കൂളിൽ നിന്ന് ശരിക്കും ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് പ്ലാന്റൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തന്നു വിടുമായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ നോക്കുമായിരുന്നു. അപ്പം ബിക്കോസ് ഐ സോ ദ സെയിം വിഷൻ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പിള്ളേരുടെ കൂട്ടി ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഈ ഒരു പോട്ടിനകത്ത് ഇതിനകത്ത് ഒരു ചെറിയ പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇമ്മീഡിയറ്റ്ലി ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം. കർത്താവിൻ്റെ വാക്ക് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെൻ്റെ ശരിക്കും എൻ്റെ ഫിസിക്കൽ ഇയറിലല്ല, മറിച്ച് ഇൻ ദ സ്പിരിച്വൽ ഇയർ. ഹല്ലേലൂയ. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥമില്ലല്ലോ. ഇതാണ് എക്സാമ്പിൾ, എനിക്ക് പറയാവുന്ന എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഉദാഹരണം പറയുന്നത്. ആ ദർശനം കണ്ടു അതേ സമയത്ത് തന്നെ എ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു മൈ സ്പിരിറ്റ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ ആത്മാവിലേക്ക് വന്നു. ദർശനവും വചനവും ഒരുമിച്ച് വരിക, അരുളപ്പാട് ഒരുമിച്ച് വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദ ലോർഡ് സെഡ് ദാറ്റ് ഐ ഹാവ് പ്ലാന്റഡ് യു ഇൻ മൈ കിങ്ഡം. നിന്നെ ഞാനാണ് എൻ്റെ രാജ്യത്തിനകത്ത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പം ഞാൻ ഈ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചോദ്യം കാരണമായി. കർത്താവിന് എന്തെങ്കിലും സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഈ ചോദ്യം പറച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ, ഹീ ഈസ് എ ഗുഡ് ഗാഡ്. ഹല്ലേലൂയ. ഹീ ഈസ് എ വണ്ടർഫുൾ ഗാഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദർശനവും എന്ത് ചെയ്തു? ആ അരുളപ്പാടുകളും ഒരേ സമയത്ത് വന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ എങ്കിൽ, ആ ദർശനം മാത്രമേ കണ്ടുള്ളൂ എങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാകത്തില്ല. അല്ല, പക്ഷേ അരുളപ്പാടുകളായി വാക്കുകൾ എൻ്റെ സ്പിരിറ്റിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് എൻ്റെ സ്പിരിറ്റിനകത്ത് ഞാൻ ആ വോയിസ് കേൾക്കുകയാണ്. ഹല്ലേലൂയ. ആ വോയിസിനോട് ഞാൻ പറഞ്ഞ പോലെ സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ചില സമയത്ത് ഞാൻ ചില ഒരു ബഞ്ച് ഓഫ് കീസ് കുലുങ്ങുന്ന ശബ്ദം നമുക്ക് ആത്മാവിലാണ് അത് കേൾക്കുന്നത്, ഫിസിക്കൽ ഇയറിലല്ല കേൾക്കുന്നത്. ഫിസിക്കൽ ഇയറിൻ്റെ തൊട്ട് പുറയിലാണ് സ്പിരിച്വൽ ഇയർ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്പിരിച്വൽ ഇയറിലാണ് നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ കോയിൻസ് ഫോൾ ചെയ്യുന്നു താഴേക്ക്. ഒരു കോയിൻ തറയിലേക്ക് വീഴുമ്പോൾ നമുക്ക് കേൾക്കുന്ന ശബ്ദങ്ങളുണ്ടല്ലോ, അതെവിടെയാണ് കേൾക്കുന്നത്? ആത്മാവിലാണ് കേൾക്കുന്നത്, ദർശനമല്ലത്. ശരിക്കും ദർശനമായിട്ട് കാണുന്നില്ല, പക്ഷേ വി ആർ ഹിയറിങ് എ വോയിസ് ഇൻ ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. ദാറ്റ് കോയിൻസ് ആർ ഫോളിങ് ഡൗൺ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പല ശബ്ദങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ ചെവിക്കകത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടക്കാം. കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുമ്പോഴും കർത്താവ് ഓഡിയബിളായിട്ട് നമ്മുടെ ചെവിയിൽ അവിടെ വന്ന് സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ചെവിക്കകത്തും കർത്താവ് സംസാരിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കരുത്, ചുറ്റുമുള്ളവരൊക്കെ ഓഡിബിളായിട്ട് സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ, എൻ്റെ അടുത്തിരുന്നവരൊന്നും കേട്ടില്ല, ബട്ട് ഐ ആം ദ ഓൺലി വൺ ഹു ഹേർഡ് ദ ലോർഡ് സ്പോക്ക് ഇൻ മൈ ഫിസിക്കൽ ഇയർ. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ മറ്റൊരു സമയത്ത് എൻ്റെ സ്പിരിച്വൽ ഇയറിലാണ് ശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ 2 കൊണ്ട് ഇത് ഇപ്പോൾ എന്നോട് കർത്താവെ എൻ്റെ സ്പിരിച്വൽ ഇയറിൽ മാത്രമേ സംസാരിക്കാവൂ, അല്ലെങ്കിൽ എനിക്ക് ഓഡിബിളായിട്ട് കേൾക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. ഇറ്റ്സ് അപ് ടു ദ ലോർഡ്.
നമുക്ക് അങ്ങനത്തെ ഡിസയർ ഉണ്ടാകുന്നതിനകത്ത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടാകുന്നതിനകത്ത് കുഴപ്പമില്ല. ബട്ട് ഇറ്റ് ഈസ് അപ് ടു ദ ലോഡ് ദ വേ ദറ്റ് ഹി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ടു യു. കർത്താവിൻ്റെ ഇഷ്ടമാണ് എങ്ങനെ ഒരു വ്യക്തിയോട് സംസാരിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ബി വെരി അലേർട്ട് ആൻഡ് വി ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ ദ ലോഡ് സ്പീക്സ് ടു അസ്. ഹല്ലേലൂയ. അപ്പം വിഷൻസ് ആകാം, ദർശനങ്ങളാകാം, ഓഡിബിൾ വോയിസ് ആകാം, ആത്മാവിലുള്ള വോയിസുകളാകാം, വേർഡ് ഓഫ് അട്ടറൻസ് ആകാം, ഹല്ലേലൂയ, അല്ലെങ്കിൽ അരുളപ്പാടുകൾ. അപ്പോൾ പിതാവിൻ്റെ ശബ്ദമുണ്ട്, പിതാവിൻ്റെ ശബ്ദവും യേശു കർത്താവിൻ്റെ ശബ്ദവും വ്യത്യസ്തമാണ്. ഇറ്റ് ഈസ് നോട്ട് ദ സെയിം തിങ്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് നമ്മുടെ ചെവിയുടെ അടുക്ക വന്ന് ഒരു ഓഡിബിൾ വോയിസ് നമ്മളോട് സംസാരിക്കുമ്പോൾ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ പോലല്ല ഇരിക്കുന്നത്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. നമ്മളെ സ്കെയർ ചെയ്യുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന പോലുള്ളൊരു വോയിസ് അല്ല. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ വോയിസ് ദറ്റ് വി ക്യാൻ റിയലി ഹിയർ ഇൻ അവർ ഫിസിക്കൽ ഇയർ. ഹല്ലേലൂയ. ഫിസിക്കൽ ഇയറിലല്ല സംസാരിക്കുന്നെങ്കിൽ സ്പിരിച്വൽ ഇയറിലാണെങ്കിലും നമുക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ, 100% ഇറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28-ാം ഭാഗത്ത് യേശു പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കും എന്നാണോ പറഞ്ഞത്? അല്ല. പിതാവിൻ്റെ ശബ്ദം കേൾക്കുമെന്നാണോ പറഞ്ഞത്? അല്ല. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിന് ഒരു വോയിസ് ഉണ്ട്, യേശു കർത്താവിന് ഒരു സ്വരമുണ്ട്. ആ സ്വരം നമ്മുടെ ഫിസിക്കൽ ഇയറിലൂടെയും കേൾക്കാൻ പറ്റും, സ്പിരിച്വൽ ഇയറിലൂടെയും കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. അതിനുള്ള 2 എക്സാമ്പിളുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. നിങ്ങൾക്കും അങ്ങനത്തെ ഹല്ലേലൂയ ഒരു ഓഡിയബിൾ വോയിസ് നിങ്ങളുടെ ഫിസിക്കൽ ഇയറിലോ നിങ്ങളുടെ സ്പിരിച്വൽ ഇയറിലോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ അതിശയിക്കാൻ പാടില്ല, അത്ഭുതപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ചോദിച്ചു, പാസ്റ്റർ, ഇഫ് ഗോഡ് സ്പീക്ക് ടു എ ഫിസിക്കൽ ഇയർ ദെൻ നിയർ ബൈ പേഴ്സൺസ് ഓൾസോ കുഡ് ഹാവ് ഹേർഡ് അല്ലേ? അപ്പോൾ ഇതാണ്, ദിസ് ഈസ് വാട്ട് സംതിങ് വിച്ച് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമ്മൾ ഈ സുജിത് ബ്രദർ പറഞ്ഞില്ലേ, ഇപ്പം ഓഡിയബിൾ വോയിസ് ആയിട്ട് എൻ്റെ ഫിസിക്കൽ ഇയറിൽ സംസാരിച്ചപ്പോൾ ചുറ്റുമുള്ള വ്യക്തികളും കേൾക്കേണ്ടതല്ലേ എന്ന് ഇപ്പം സുജിത് ബ്രദർ പറഞ്ഞില്ലേ. ഇതിനുള്ള ഉത്തരം നമുക്ക് ശരിക്കും സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ദൈവത്തെ മെഷർ ചെയ്യാൻ നോക്കില്ല, ദൈവത്തെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കില്ലേ. ഹീ ക്യാൻ സ്പീക്ക് ഇൻ എ വേ ഓൺലി വി ക്യാൻ ഹിയർ ആൻഡ് അതേഴ്സ് ക്യാനോട്ട് ഹിയർ. എനിത്തിങ് ക്യാൻ പോസിബിൾ വിത്ത് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് സാമുവേൽ മാത്രമാണ് ആ ശബ്ദം കേൾക്കുന്നത്. ലേവിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ ആ ശബ്ദം കേട്ട്? ഞാൻ അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിസിക്കൽ ഇയറിനകത്ത് കർത്താവ് സംസാരിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ഇയറിനകത്തും നമുക്ക് സംസാരിക്കാം. ഇനി വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. 3 വോയിസുകളും വ്യത്യസ്തമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ എടുക്കുന്നത്. ഹല്ലേലൂയ. പിതാവിൻ്റെ ശബ്ദമല്ല യേശു കർത്താവിൻ്റെ ശബ്ദം, യേശു കർത്താവിൻ്റെ ശബ്ദമല്ല ഹോളി സ്പിരിറ്റിൻ്റെ ശബ്ദം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ശബ്ദവും യേശു കർത്താവിൻ്റെ ശബ്ദവും പിതാവിൻ്റെ ശബ്ദവും വ്യത്യസ്തങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ ആരാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് വ്യക്തതയോടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. പിതാവ് സംസാരിക്കുന്ന രീതി ഞാൻ പറഞ്ഞു, ലൈറ്റനിങ് ആൻഡ് തണ്ടേഴ്സ്, അതിനുള്ള എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, എക്സോഡസ് 20. ഹല്ലേലൂയ. പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യേശുവിൻ്റെ സ്നാന സമയത്ത് അവർ ശബ്ദം കേട്ടു, അപ്പോൾ പിതാവ് സംസാരിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിനകത്ത് പൗലോസ് ആ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. നമുക്കറിയാം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 1:15 പറഞ്ഞു, അവന് ഇറ്റ്സ് ലൈക്ക് എന്ത് പറയുന്നത്, സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്. ഹല്ലേലൂയ. അതുകൂടാതെ തന്നെ 1-2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് യേശു കർത്താവിൻ്റെ ശബ്ദം കേട്ട അവസ്ഥകൾ, ഫിസിക്കൽ ഇയറിലും സ്പിരിച്വൽ ഇയറിലും രണ്ടിലും കർത്താവിന് സംസാരിക്കാൻ പറ്റും. ഇനി വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ലൈക്ക് ദ വോയിസ് ഓഫ് ദ ഫാദർ ഗോഡ് ഓർ ദ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. നമുക്ക് 1-2 വാക്യങ്ങൾ എടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവ് സംസാരിക്കുമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഓഡിബിൾ വോയിസിൽ സംസാരിക്കുമോ? ഹല്ലേലൂയ. നമുക്കെടുക്കാം അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം എടുക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം എടുത്തേ. ഹല്ലേലൂയ. ഈ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പസ്തോല പ്രവൃത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നു, അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദർശനം കൊടുത്തെന്നാണോ പറഞ്ഞത്? അല്ല. പരിശുദ്ധാത്മാവ് ദർശനം കൊടുത്തെന്നാണോ പറഞ്ഞത്? അല്ല. ഹോളി സ്പിരിറ്റ് സ്പോക്ക്. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്പോക്ക് ടു ദം.
ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരി വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. എങ്കിലും ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സോഫ്റ്റ് വോയിസ്. വളരെ സോഫ്റ്റായിട്ടുള്ള വോയിസാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ സോഫ്റ്റ് വോയിസാണ്. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും വളരെ എനിക്ക് 100% ആധികാരികമായിട്ട് എനിക്കത് പറയാൻ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ 2018 എനിക്ക് ഹാർട്ടിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഹല്ലേലൂയ ഇതുപോലെ ബൈപ്പാസ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ 10 ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തു. ഹല്ലേലൂയ. ആ സമയത്ത് 10 ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് ഞാൻ പറഞ്ഞു, ബൈപ്പാസ് ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ദൈവഹിതം ആരായാൻ വേണ്ടി ഞാൻ 10 ദിവസം മാറ്റി വെക്കുന്ന സമയത്ത് the first day itself, hallelujah, I heard a soft voice speaking to me that എന്താ പറയുന്നത്, എൻ്റെ ശരീരം മുറിക്കപ്പെടുന്ന അവസ്ഥ വരത്തില്ല എന്ന്, ഓപ്പറേഷൻ ക്യാൻസൽ ആകുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇതിനകത്തൊരു സൊല്യൂഷൻ വരുന്നു എന്ന് പരിശുദ്ധാത്മാവിൻ്റെ സോഫ്റ്റ് വോയിസ് എനിക്ക് കേൾക്കാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ഇരിക്കുന്ന ഹോളി സ്പിരിറ്റ്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് ആ സോഫ്റ്റ് വോയിസിലാണ് ശരിക്കും സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ 3 ശബ്ദങ്ങളും, പിതാവിൻ്റെ ശബ്ദവും യേശു കർത്താവിൻ്റെ ശബ്ദവും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവും വ്യത്യസ്തങ്ങളാണ്. ഹല്ലേലൂയ. നമുക്ക് ആ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്തോട്ട് നമുക്ക് വേഗം ഒന്ന് മടങ്ങി വരാം. എന്നിട്ട് നമുക്ക് ഒരു പ്രത്യേക പോയിൻ്റൂടെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. 1 സാമുവേൽ അതിൻ്റെ 3-ാം അധ്യായം എടുത്ത് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, അന്ന് കർത്താവിൻ്റെ അരുളപ്പാടുകൾ ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ, ദർശനങ്ങൾ വിരളമായിരുന്നു. ഓക്കെ, ഇനിയും കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇതാണ്. ശരിക്കും കർത്താവ് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് കർത്താവിന് ഇഷ്ടമുള്ള ഒരു സമയത്താണ്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. മനസ്സിലാക്കണം, ഇനി പറയുന്ന കാര്യം, അതായത് എനിക്കിഷ്ടമുള്ള സമയത്തല്ല കർത്താവ് സംസാരിക്കുന്നത്. കർത്താവ് ചൂസ് ചെയ്യുന്ന സമയത്ത്, ഇഫ് ഐ ആം അവൈലബിൾ, ഹി വിൽ സ്പീക്ക് ടു യു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും there is a principle in Bible, it's called waiting on God. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ദൈവം സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളൊരു പ്രത്യേക വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാന്നിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം നമ്മളുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പം തന്നെ കർത്താവ് ഒന്നുകിൽ നമ്മളോട് സംസാരിക്കണം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമുക്കൊരു ദർശനം തരണം എന്നായിരിക്കും നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. പക്ഷേ നമുക്കിഷ്ടമുള്ള സമയത്തല്ല യേശു കർത്താവോ പിതാവോ പരിശുദ്ധാത്മാവോ നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് ഒരു പ്രിൻസിപ്പിളുണ്ട്, ഇറ്റ്സ് കോൾഡ് വെയിറ്റിംഗ് ഓൺ ഗോഡ്. ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, മറുപടിയില്ല. വെയിറ്റ് ഓൺ ഗോഡ് ഫോർ ദ നെക്സ്റ്റ് ഡേ, ആസ്ക് ഹിം ആൻഡ് വെയിറ്റ് ഫോർ ഹിസ് വോയിസ് ഓർ വിഷൻ. ഹല്ലേലൂയ. അപ്പം കർത്താവിന് ഇഷ്ടമുള്ള സമയത്താണ് കർത്താവ് സംസാരിക്കുന്നത്. കർത്താവ് എപ്പോഴും സംസാരിക്കണം എന്നതാണ് നമ്മുടെ ആഗ്രഹം എപ്പോഴും. പക്ഷേ എൻ്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനകത്ത് ഹല്ലേലൂയ ചില സീസണുകളിൽ എനിക്ക് ഒരു ദർശനവും കിട്ടാത്ത സമയങ്ങളുണ്ട്. ഒരു ദർശനവും കിട്ടിയിട്ടില്ല, ഒരു വോയിസും കേട്ടിട്ടില്ല, ഒരു ശബ്ദവും കേട്ടിട്ടില്ല, ഒരു ദർശനവും. ആ സമയത്ത് നമുക്ക് ശരിക്കും എന്ത് പറയുന്നത്, ഭയങ്കരമായിട്ട് നമ്മൾ അപ്സെറ്റ് ആവും. കാരണം വി ആർ നോട്ട് റിസീവിങ് എനിത്തിങ് ഫ്രം ഗോഡ്. ഹി പുട്ട് എ പോസ്. ഹല്ലേലൂയ. കർത്താവ് ഒരു പോസ് എടുക്കുകയാണ്, ഒരു ബ്രേക്ക് എടുക്കുകയാണ് നമ്മളോട് സംസാരിക്കുന്നതിനകത്തുനിന്ന്. ഇറ്റ് ഈസ് റിയലി പോസിബിൾ. എൻ്റെ ലൈഫിനകത്ത് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആഴ്ചകളോളം, ചില സമയത്ത് മാസങ്ങളോളം ഐ ഹാവ് സീൻ നോ വിഷൻസ് അറ്റ് ഓൾ. പക്ഷേ ചില സമയത്ത് കണ്ണടയ്ക്കുമ്പോഴേ പടപടാന്ന് വിഷനുകൾ വരും. ഹല്ലേലൂയ. ചില സമയത്ത് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പടപടാന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, കർത്താവിൽ നിന്നുള്ള ഡയറക്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഒന്നും കിട്ടാത്ത സമയത്ത് നമ്മൾ തേങ്ങലോട്, ലോർഡ് പ്ലീസ് സ്പീക്ക് ടു മീ, ഹല്ലേലൂയ, എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് വി ആർ വെയിറ്റിംഗ് ഓൺ ഗോഡ് ടു സ്പീക്ക് ടു അസ്. ഹല്ലേലൂയ. സോ ഇറ്റ് ഈസ് പോസിബിൾ. Yes, it happens sometimes. Yes. Hallelujah. അപ്പോൾ കർത്താവിൽ നിന്ന്, ബട്ട് അറ്റ് ദ അപ്പോയിൻറ്റഡ് ടൈം ദ ലോർഡ് വിൽ നെവർ ഡിലേ. യെസ്, ദാറ്റ്സ് കറക്റ്റ് ബ്രദർ. ഹല്ലേലൂയ. സുജിത് ബ്രദർ പറഞ്ഞ പോലെ അപ്പോയിൻറ്റഡ് ടൈമിൽ ദ ലോർഡ് വിൽ നെവർ ഡിലേ. ഹല്ലേലൂയ. സംടൈംസ് വി റിയലി നീഡ് ടു പേഷ്യൻ്റ്ലി വെയിറ്റ് ഫോർ ദ ലോർഡ് ടു സ്പീക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസമാകാം, ഒരാഴ്ചയാകാം, ഒരു മാസമാകാം, ചിലപ്പോൾ 2-3 മാസങ്ങളാകാം. ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ ഒരു വർഷമാകാം. ദെയർ ഇസ് നോ ആൻസർ. ഹല്ലേലൂയ. അപ്പോൾ ആൻസർ ഇല്ലെങ്കിൽ പേഷ്യൻ്റ്ലി വെയിറ്റ് ഫോർ ഹിം ടു സ്പീക്ക്. ഹല്ലേലൂയ. അറ്റ് ദ അപ്പോയിൻറ്റഡ് ടൈം, സുജിത് ബ്രദർ പറഞ്ഞ പോലെ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് സംസാരിക്കും.
ഹല്ലേലൂയ. അപ്പോൾ ഡിസ്കറേജ്ഡ് ആവേണ്ട കാര്യമില്ല. യു മസ്റ്റ് ബി സീക്കിംഗ് ഗോഡ് മോർ ആൻഡ് മോർ. കർത്താവിനെ കൂടുതലായിട്ട് അന്വേഷിക്കാനുള്ള ഒരു സമയമാണ്. കർത്താവിൽ നിന്നൊന്നും ഒരു വിഷനോ ഒരു ദർശനങ്ങളോ ഒന്നും ലഭിച്ചില്ലെങ്കിൽ. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള സീസണുകൾ ഓരോ വ്യക്തിയുടെ, എല്ലാ ദൈവദാസന്മാരുടെ ലൈഫിലായാലും എല്ലാവരുടെ ലൈഫിലാണെങ്കിലും അങ്ങനെ ദർശനങ്ങൾ ലഭിക്കാത്ത ഒരു സീസൺ ഉണ്ടാവും. അതാണ് ഇവിടെ 1 സാമുവേൽ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ അരുളപ്പാടുകൾ ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ, ദർശനങ്ങൾ വിരളമായിരുന്നു. അതിൻ്റെ അർത്ഥം നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ വിരളമല്ലായിരുന്നു. നേരത്തെ എപ്പോഴും ദർശനങ്ങൾ ലഭിക്കുമായിരുന്നു, കർത്താവിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ പറയുകയാണ്, 1 സാമുവേൽ 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുകയാണ് എന്താണ്? അരുളപ്പാടുകൾ ചുരുക്കമായേ ലഭിച്ചിരുന്നുള്ളൂ, ദർശനങ്ങൾ വിരളമായിരുന്നു. ഹല്ലേലൂയ. സോ ദർ ഈസ് എ സീസൺ ലൈക്ക് ദാറ്റ്, ദർ ഈസ് എ ടൈം ലൈക്ക് ദാറ്റ്. ആ സമയത്ത് എന്ത് ചെയ്യണം? ഹൃദയം തകർന്ന് നിങ്ങൾ കർത്താവ് ഇനി എന്നോട് സംസാരിക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ വിഷയത്തിനകത്തൊന്നും ഒരു മറുപടിയില്ല എന്ന് പറഞ്ഞ് നിരാശരായി പോവുകയല്ല. നോ, വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. ഹല്ലേലൂയ. വെയിറ്റ് ചെയ്യുക. ഹി വിൽ സ്പീക്ക് അറ്റ് ദ അപ്പോയിൻറ്റഡ് ടൈം. ഹല്ലേലൂയ. പക്ഷേ എപ്പോഴും നമുക്കിഷ്ടമുള്ള പോലെ ആയിരിക്കത്തില്ല കർത്താവ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം പോലെ ആയിരിക്കത്തില്ല കർത്താവിൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നത്. സോ വാട്ട് എവർ ഇറ്റ് കംസ് ടു അസ്, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു ആക്ട് ഓൺ ഇറ്റ്. ഓക്കെ. ചില കാര്യങ്ങൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇപ്പോൾ ചില ദർശനങ്ങളോ ഇപ്പോൾ ചില വ്യക്തികളെ നോക്കി അല്ലെങ്കിൽ ചില കുടുംബങ്ങളെ നോക്കി, ഹല്ലേലൂയ, അവർക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയാൻ നമ്മൾക്ക് ഒരു വചനം തരുമ്പോൾ, ഒരു ദർശനം തരുമ്പോൾ, അല്ലെങ്കിൽ ചില ഒരു പ്രവചനം തരുമ്പോൾ, അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ നോക്കി പ്രവചിക്കുവാൻ, ചില വ്യക്തികളെ നോക്കി പ്രവചിക്കുവാൻ, ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുവാൻ, അവരുടെ ലൈഫിനകത്തുള്ള കറക്ഷനുകളെ സംസാരിക്കുവാൻ കർത്താവ് നമുക്കൊരു വചനം തരുമ്പോൾ, ഹല്ലേലൂയ, വളരെ ശ്രദ്ധയോടെ പ്ലീസ് ബോൾഡ്ലി സ്പീക്ക്. ഹല്ലേലൂയ. നിങ്ങൾ സംസാരിക്കണം അത്. ഹല്ലേലൂയ. നിങ്ങളത് സംസാരിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് തോന്നും, ഈ കുടുംബത്തിന് എന്ത് തോന്നും, അവരും ഞാനും തമ്മിലുള്ള ബന്ധം തകരുമല്ലോ. ഹല്ലേലൂയ. ഇനി അവരെന്നെ ചിന്തിക്കും, അങ്ങനെ ചിന്തിച്ച്, അല്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനം ഞാൻ കർത്താവ് തരുമ്പോൾ ഇത് റിലീസ് ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ വ്യാജപ്രവാചകനായി പോകത്തില്ലേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ അത് നടക്കാൻ താമസം വരുമ്പോൾ ആൾക്കാർ പറയത്തില്ല നിൻ്റെ പ്രവചനം എന്തായി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കർത്താവ് ഒരു വചനത്തെ നമുക്ക് തരുമ്പോൾ, ഒരു വാക്കിനെ, ഒരു പ്രവചനത്തെ, ഒരു ദർശനത്തെ നമുക്ക് തരുമ്പോൾ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നിർത്തിക്കളയും. ഹോളി സ്പിരിറ്റ്, ഐ പ്രൈസ് യു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു വ്യക്തിയെ നോക്കി ആ വ്യക്തിയുടെ ചില മേഖലകൾക്കകത്തുള്ള കറക്ഷൻ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ് ഇന്ന മേഖലകളിൽ ഈ കുടുംബം കറക്റ്റ് ചെയ്യപ്പെടാനുണ്ട്. ഒരു സഭയെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ് ഈ സഭയ്ക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു രാജ്യത്തെ നോക്കി ഒരു പ്രവചനം പറയുന്നു ഈ രാജ്യത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ, ദർശനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തരുമ്പോൾ ഭയപ്പെട്ടോ, അല്ലെങ്കിൽ ആ ബന്ധം തകരുമെന്ന് ചിന്തിച്ചുകൊണ്ടോ, മറ്റുള്ളവരെന്ത് കരുതുമെന്ന് ചിന്തിച്ചുകൊണ്ടോ, ആ വ്യക്തി എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് കണ്ടോ ഞാൻ ആ വാക്കിനെ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ, ആ വാക്കിനെ ഞാൻ അനൗൺസ് ചെയ്തില്ലെങ്കിൽ, ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് പിന്നീട് എന്നോട് സംസാരിക്കുന്നത് നിർത്തും. അതിന് കാരണം എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ ആ വചനം, ആ വാക്കുകൾ തന്നിട്ടൊരു കാര്യമില്ല. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹോളി സ്പിരിറ്റ്, ഐ പ്രൈസ് യു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പം ഉദാഹരണം പറയാം, എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ അയലോകത്തുള്ളൊരു വ്യക്തി, ഹല്ലേലൂയ, നിങ്ങളുടെ കയ്യിൽ ഒരെഴുത്ത് തന്നു. ഹല്ലേലൂയ. എഴുത്ത് തന്നിട്ട് പറഞ്ഞു, തൻ്റെ നിങ്ങൾ ചങ്ങനാശ്ശേരി വരെ പോവല്ലേ, ചങ്ങനാശ്ശേരിയിൽ ഈ കടയെ കൊണ്ട്, ആ ഒരു കടയുണ്ട്, ആ കടയെ കൊണ്ട് ഈ ലെറ്റർ ഒന്ന് കൊടുത്തേക്കണം. ഓക്കെ. നിങ്ങളുടെ അയൽവക്കക്കാരൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ആ ലെറ്റർ വാങ്ങിച്ചു. ആ ലെറ്റർ വാങ്ങിച്ചിട്ട് നിങ്ങൾ ആ കടയെ കൊണ്ട് കൊടുത്തില്ലെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഇടയ്ക്ക് ആ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ച് അത് കൊടുത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ വീട്ടുകാരൻ ആ കടക്കാരനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പം നിങ്ങൾ ആ ലെറ്റർ ആ കടയിൽ കൊണ്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് ആ മെസ്സേജ്, അല്ലെങ്കിൽ ആ ലെറ്ററിൽ എഴുതിയ കണ്ടൻറ്റ് നിങ്ങൾ ഡെലിവറി ചെയ്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, ആ അയലോക്കക്കാരൻ പിന്നീട് വിശ്വസിച്ച് നിങ്ങളെ വീണ്ടും ഒരു ലെറ്റർ ആ കടക്കാരന് കൊടുക്കാൻ തരുമോ നിങ്ങളുടെ കയ്യിൽ? ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഹല്ലേലൂയ. ഞാൻ പറയുന്ന സംഭവം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഹല്ലേലൂയ. നിങ്ങളുടെ അയലോക്കത്തുള്ള ഒരു വ്യക്തി ഒരു കത്ത്, ഹല്ലേലൂയ, നിങ്ങൾ ടൗണിൽ പോകുമ്പോൾ ഇന്ന കടയിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ തന്നു. പക്ഷെ നിങ്ങൾ ആ കത്ത് ആ കടയിൽ കൊണ്ട് കൊടുത്തില്ല. അങ്ങനെയെങ്കിൽ ആ അയലോക്കത്തുള്ള നിങ്ങളുടെ ആ വ്യക്തി വീണ്ടും
ഒരു കത്ത് നിങ്ങളെ ഏൽപ്പിക്കുവാൻ ആ വ്യക്തി തയ്യാറാവുമോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. അതേപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ഒരു ദർശനത്തെ കൊടുക്കുമ്പോൾ അത് ഒരു കുടുംബത്തെ നോക്കി പ്രവചിക്കാനാകാം, ഒരു വ്യക്തിയെ നോക്കി പ്രവചിക്കാനാകാം, ഒരു ദേശത്തെ നോക്കി പ്രവചിക്കാനാകാം, അല്ലെങ്കിൽ ഒരു സഭയെ നോക്കി പ്രവചിക്കാനാകാം, ഒരു രാജ്യത്തെ നോക്കി പ്രവചിക്കാനാകാം. ആ രാജ്യത്തോ ആ സഭയിലോ ആ കുടുംബത്തിലോ ആ വ്യക്തിയുടെയോ ലൈഫിലുള്ള ഏതെങ്കിലും തിന്മയോ അശുദ്ധിയോ മ്ലേച്ഛതയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വാക്ക് തരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ചിന്തിക്കുകയാണ് ആ വ്യക്തിയും ഞാനും തമ്മിലുള്ള ബന്ധം തകരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ കുടുംബവും ഞാനും തമ്മിൽ ഹല്ലേലൂയ എങ്ങനെയാണ് ഇനി മുമ്പോട്ട് കാണാൻ പറ്റുന്നത്? കാരണം ഈ വാക്ക് അവർക്ക് അത്ര നല്ല സുഖമുള്ളൊരു വാക്കല്ല. അല്ലെങ്കിൽ ഞാൻ ഈ ദേശത്തെ നോക്കി പ്രവചിക്കുമ്പോൾ ആ പ്രവചനം നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സഭയ്ക്കകത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ സഭയോട് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഈ ആൾക്കാരും പാസ്റ്റർ എനിക്കെതിരെ തിരികത്തില്ലേ എന്നൊക്കെ ചിന്തിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന ആ മെസ്സേജിനെ, സന്ദേശത്തെ നിങ്ങൾ ഡെലിവറി ചെയ്തില്ലെങ്കിൽ പിന്നീട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിർത്തും. കാരണം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സുഖകരമല്ലാത്ത മെസ്സേജുകൾ പരിശുദ്ധാത്മാവ് തന്നാലും ഹല്ലേലൂയ ഇറ്റ് ഇസ് പോസിബിൾ. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് വേണ്ടി ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഒരു പാപമേഖലയായിരിക്കാം പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ആ വ്യക്തിയോട് പറയുകയാണ് ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാപമേഖലയുണ്ട് ഹല്ലേലൂയ എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്തിനാ? ആ വ്യക്തിയെ റിപ്പൻറ്റൻസിലോട്ട് നടത്താൻ വേണ്ടിയാണ്. ആ വ്യക്തിയോട് നമ്മൾ ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ചിന്തിക്കുവാണ് ആ വ്യക്തി എന്ത് ചിന്തിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തി എന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന് ചിന്തിച്ച് നമ്മൾ ആ മെസ്സേജ് ഡെലിവറി ചെയ്തില്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് വിൽ സ്റ്റോപ്പ് സ്പീക്കിംഗ് ടു അസ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ ആ ഒരു മെസ്സേജിനെ ഭരമേൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനെക്കാട്ടും പരിശുദ്ധാത്മാവിന് പ്രയോജനകരം വേറെ ഏതെങ്കിലും ഒരുത്തിൻ്റെ കയ്യിൽ ആ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അവൻ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയും, എടാ നിൻ്റെ ഈ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ സഹോദര നിൻ്റെ ഈ വ്യക്തി ജീവിതത്തിനകത്ത് ഇനിയൊരു പാപമേഖലയുണ്ട്, അത് കറക്റ്റ് ചെയ്തേ മതിയാവൂ. അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവിൽ നിന്നുള്ള അടി കിട്ടാൻ സാധ്യതയുണ്ട്. അവരുടെ ദയവ് ചെയ്ത് കറക്റ്റ് ചെയ്യുക എന്ന് തൻ്റെ ഇടത്തോടെ ഒരു വ്യക്തിയെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ് തരുമ്പോൾ സംസാരിക്കാനുള്ള തൻ്റെ ഇടം വേണം. അല്ലെങ്കിൽ അങ്ങനെ തൻ്റെ ഇടം ഉള്ളവന്മാർക്കേ ഈ സംഭവം കർത്താവ് കൊടുക്കത്തുള്ളൂ. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ സുഖമുള്ള കാര്യങ്ങളായിരിക്കത്തില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു മിനിസ്ട്രി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിലായിരിക്കത്തില്ല. എല്ലാം ഓക്കെയാണ്, ഫ്ലവറിഷാണ്, എല്ലാം ഓക്കെയാണെന്ന്. ദർ ആർ സം ഏരിയാസ് ദാറ്റ് യു നീഡ് ടു കറക്റ്റ്. ഹല്ലേലൂയ. നീ തിരുത്തേണ്ട മേഖലയാണ് ഇതേ എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുമ്പോൾ ഹല്ലേലൂയ അത് ഞാൻ സ്വീകരിച്ചുകൊണ്ട്, ഇപ്പം എൻ്റെ ലൈഫിനെക്കുറിച്ചാകാം, മറ്റുള്ള വ്യക്തികളുടെ ലൈഫിനെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു ചർച്ചിനെക്കുറിച്ചാകാം. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരു ചർച്ചിൽ നിങ്ങളെ പ്രസംഗിക്കാൻ വിളിക്കുന്നു, ഉദാഹരണമായിട്ട്. ആ പ്രസംഗിക്കാൻ നിങ്ങൾ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആ ചർച്ചിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ചർച്ചിൻ്റെ ഒരു അവസ്ഥ പറയുവാണ് നിങ്ങളോട്. അല്ല, എന്തിനാ ആ ചർച്ചിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്? ആ ചർച്ചിൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആ ചർച്ചിൻ്റെ, ആ സഭയുടെ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാവണം. ഹല്ലേലൂയ. അവർക്ക് ചിലപ്പോൾ അത് അറിയത്തുണ്ടാവത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിലൂടെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ ഇതാണ് ശരിക്കുള്ള അവസ്ഥ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമ്മൾ 2-3 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ സഭയെ നോക്കി യേശു കർത്താവ് പറയുന്ന ഓരോ വാക്യങ്ങളും അതാണ്. ഹല്ലേലൂയ. അപ്പോൾ ചില സമയത്ത് തിരുത്തേണ്ടതായിട്ടുള്ള, ചിലപ്പോൾ നമ്മുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ വ്യക്തികളുടെ ലൈഫിന് കറക്ഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തുമ്പോൾ തൻ്റെ ഇടത്തോടെ അത് പറയാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പം മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് വെട്ടിമുറിച്ച് പറയേണ്ട കാര്യങ്ങൾ വെട്ടിമുറിച്ച് തന്നെ പറയണം. ചില സമയത്ത് സോഫ്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ സോഫ്റ്റായിട്ട് തന്നെ പറയണം. ഹല്ലേലൂയ. അതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ മെസ്സേജുകൾ തരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറന്നുപോലെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത്, മെയിനായിട്ട് നമ്മൾ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. പക്ഷേ ദർശനങ്ങളോടൊപ്പം തന്നെ കർത്താവിൻ്റെ അരുളപ്പാടുകളും ചേർന്ന് വരാം. ഹല്ലേലൂയ. അപ്പോൾ ചേർന്ന് വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇതിങ്ങനെ എന്താ വരുന്നത് എന്ന് ചിന്തിക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് 3 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം,
അത് പുത്രൻ്റെ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പുത്രൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ദ വോയിസ് ഓഫ് ദ ലോർഡ് ജീസസ് ആൻഡ് ദ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വോയിസ് ഓഫ് ദ ഫാദർ ഗോഡ്, ദേ ആർ സെപ്പറേറ്റ്, ദേ ആർ ഡിസ്റ്റിങ്ക്ട്. ഹല്ലേലൂയ. ഒരേപോലെയല്ല, അതിനാധാരമായിട്ടുള്ള വചനങ്ങളാണ് ശരിക്കും ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നിങ്ങൾ തിരിച്ചറിയുക. ദർശനങ്ങളോടൊപ്പം തന്നെ കർത്താവിൻ്റെ അരുളപ്പാടുകളെക്കുറിച്ചും തിരിച്ചറിയുക, മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉയരാൻ സാധിക്കും, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഉയരാൻ സാധിക്കും, എല്ലാത്തിനകത്തും നിങ്ങൾക്ക് പ്രോസ്പർ ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. നമ്മൾ വരുന്ന ചൊവ്വാഴ്ചയാണ് ശരിക്കും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ നമ്മൾ ദർശനത്തിൻ്റെ കൃപാവരങ്ങൾ തുറക്കുന്ന ഒരു പ്രാർത്ഥന അതെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കും, ആത്മാവിൻ്റെ ചെവികളെ തുറക്കും. ഹല്ലേലൂയ. പലരും ഇപ്പോൾ തന്നെ ഹല്ലേലൂയ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വ്യക്തികളുടെയും ഞാൻ പറഞ്ഞില്ലേ ഹാൻഡ് ഷേക്കിങ്ങുകൾ ശരിയാവുന്നു. ഹല്ലേലൂയ. ഹാൻഡ് ഷേക്കിങ്ങുകൾ, ആത്മാവും ദൈവാത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ഹാൻഡ് ഷേക്കിങ്. ഹല്ലേലൂയ. ആ ഫ്രീക്വൻസി ഫൈൻ ട്യൂണിങ് വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് പെട്ടെന്ന് ഹല്ലേലൂയ അത് കണക്റ്റഡ് ആവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനും അതിനകത്ത് വളർച്ച പ്രാപിക്കാനും ഇടയാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്ത് ഇനിയൊരു കൃപാവരത്തിനുണ്ട് കർത്താവെ, ദർശനങ്ങൾ കാണാനും അങ്ങയുടെ ശബ്ദം കേൾക്കാനും അല്ലെങ്കിൽ പ്രവചിക്കാനും ഒക്കെയുള്ള കൃപാവരങ്ങൾ എന്നിൽ തുറക്കണമേ എന്ന് നിങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തീവ്രതയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആ കൃപാവരങ്ങൾ തുറക്കുന്നതിനകത്ത് സഹായിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് വരത്തില്ല. പ്രാർത്ഥനയിലൂടെ അത് തുറന്നു വരും. അത് 100% അത് കൺഫേം ചെയ്ത് ഞാൻ പറയാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ സർവീസ് ടു ഓപ്പൺ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്. ഹല്ലേലൂയ. നാളത്തെ ശുശ്രൂഷ നമ്മൾ പ്രത്യേകിച്ച് രോഗികളായ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന എല്ലാ ശനിയാഴ്ചത്തെ ശുശ്രൂഷയും അങ്ങനത്തെ ശുശ്രൂഷകളായിരിക്കും. എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കർത്താവിനെ പാടി ആരാധിച്ചതിന് ശേഷം ശരിക്കും നമ്മൾ ശരിക്കും എന്ത് പറയുന്ന വ്യക്തികളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ വ്യത്യസ്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഐ വിൽ ബി ഡൂയിങ് സം ടീച്ചിങ് ആൻഡ് prayer, something like that. Hallelujah.